എന്താ പ്രോട്ടോകോള്? ഒന്ന്, നിങ്ങൾക്ക് പിരമിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ആരാണോ ക്ലയന്റ്, ആദ്യം വേണ്ടത് ആരാണോ നിങ്ങളുടെ ക്ലയന്റ്, അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക പറ്റുന്നതാണെങ്കിൽ. വില ഉഗാണ്ടയിൽ പോയി സംസാരിക്കാൻ പറ്റില്ല, നാട്ടുകാരോ വീട്ടുകാരോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം. ഈ സംസാരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവര് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ലക്ഷ്യങ്ങള്, അവരുടെ പ്രശ്നങ്ങള്, അവരുടെ മെന്റാലിറ്റി, അവർ ഏത് തരക്കാരാണ്, എന്തൊക്കെയാണ് അവർ എന്നുള്ളത് ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടണം, എന്നാലല്ലേ നമുക്ക് അടുത്ത ഫർദർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എമർജൻസി ചെയ്യുമ്പം ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ അല്ലാതെ സമയത്തുള്ള ഹീലിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ആദ്യം അവരോട് ഇത് ചോദിക്കേണ്ട ഈ ഒരു കാര്യം. പിന്നെ അവരുടെ ഒരു ഫോട്ടോഗ്രാഫി മണിക്കുക. ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഹീലിങ്ങിനെ കുറിച്ചാണ് ഇപ്പൊ സംസാരിക്കുന്നത്, നേരിട്ടുള്ള ഹീലിങ്ങിനെ കുറിച്ചിട്ടല്ല. ഒരു ഫോട്ടോ ഫുൾ സൈസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് വാങ്ങേണ്ടത്, പല ആളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അല്ല. ഇപ്പൊ പിന്നെ എല്ലാവർക്കും നല്ല സ്മാർട്ട് ഫോൺ ഉണ്ട്, പെട്ടെന്ന് ഒരു കോൾ എടുക്കാൻ പറഞ്ഞാൽ അവര് എടുത്ത് തരാൻ പറ്റുമല്ലോ. ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല, സ്റ്റുഡിയോയിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അതിനേക്കാൾ ക്ലിയർ ആയിട്ട് ഇപ്പോ മൊബൈലിൽ കിട്ടും. നിങ്ങളുടെ വാട്സപ്പിലേക്കോ എവിടാന്ന് വെച്ചാൽ അയക്കാൻ പറയാം. പേര്, അഡ്രസ്സ്, അവരിപ്പോ ഇവിടെ താമസിക്കുന്നു എന്നുള്ള ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു ഇത് കൊടുക്കുന്ന സമയത്ത് ഇന്ന നാട്ടില് അല്ലെങ്കിൽ ഇന്ന അഡ്രസ്സിൽ, ഇന്ന നാട്ടില് അല്ലെങ്കിൽ ഇന്ന വീട്ടില് അല്ലെങ്കിൽ ഇന്ന റൂം നമ്പർ, ചിലപ്പോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളാണെങ്കിൽ റൂം നമ്പറിലേ പറയത്തുള്ളൂ. ഇന്ന ബിൽഡിങ്ങിലെ ഇന്ന പേരുള്ള ബിൽഡിങ്ങിലെ ഇന്ന റൂം നമ്പറിലുള്ള അവിടെ താമസിക്കുന്ന ഡാഷ് ഇന്ന വ്യക്തി. അപ്പോൾ അവരുടെ പിക്ചർ നമ്മൾ കണ്ടു, മൊബൈലിൽ പിക്ചർ ഉണ്ട്, അത് കണ്ടു. അപ്പൊ ആ രൂപം നമ്മുടെ കണ്ണടച്ചാലും ആ രൂപം നമ്മുടെ മൈൻഡിൽ വരും, ഇല്ലേ? വരും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗാഷോ മെഡിറ്റേഷൻ ചെയ്യണം, ആക്ടിവേഷൻ ചെയ്യണം എന്നതൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. ആക്ടിവേഷൻ ചെയ്യാതെ റേക്കി വർക്കാവില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യണം എന്ന് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഗ്യാഷോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗുരുനാഥന്മാരെ പ്രാർത്ഥിച്ച് ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ച് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യണതിനാണോ? അതിനാണ് ഗാഷോ മെഡിറ്റേഷൻ എന്ന് പറയാം. റേക്കിയിലെ ഒരു 5-6 സ്തംഭങ്ങൾ ഉണ്ട് എന്ന് പറയും. ഗാഷോ, ഹസ്തുരേഹോ, തിരിയോഹോ, ഇങ്ങനെ കുറച്ച് സ്തംഭങ്ങളുണ്ട്. കെനിയോക്കു, 5 പില്ലേഴ്സ് ഓഫ് റേക്കി എന്നൊക്കെ പറയും. അതിൽ ഗാഷോ നമുക്ക് എപ്പോഴും നിർബന്ധമാണ്. ഒരു റേക്കിയുടെ ആരംഭത്തിൽ നമ്മൾ ഗാഷോ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഗാഷോ ചെയ്യാൻ പറയുന്ന രീതി നിങ്ങൾ എങ്ങനെയാ പഠിച്ചെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എന്റെ രീതിയാണല്ലോ. എനിക്കിപ്പം നിങ്ങൾ എന്റെ അടുത്ത് വരുന്ന നിങ്ങൾ എന്റെ ശിഷ്യനാണ്, അവരുടെ അല്ലല്ലോ. ഞാൻ വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പ്രാർത്ഥിക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ട രീതി, നമ്മൾ പഠിപ്പിക്കുന്ന രീതി എന്താണെന്നറിയോ? ഇനി ആ രീതി വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. എന്റെ അടുത്ത് വന്നാൽ എന്റെ രീതിക്ക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഒരാളുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ രീതിയിൽ നിൽക്കണം. നോക്കൂ, ഞാൻ നിങ്ങളുടെ ഒരു ഗുരുനാഥനാണ്. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്നോട് മുന്നോട്ട് പോകാൻ. എനിക്ക് ഡെയിലി ക്ലാസ് എടുക്കാൻ കഴിയില്ല, സത്യമാണ്. ഞാൻ നിങ്ങളോട് കളവൊന്നും പറയുന്നതൊന്നുമല്ല. ഡെയിലി ക്ലാസ് എടുക്കാൻ കഴിയില്ല. എനിക്ക് ഒരുപാട് കർമ്മങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ വിത്തിൻ 2 ഡേയ്സിൽ ഞാൻ ക്ലാസ് എടുത്ത് തരുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ക്ലാസ് നന്നായിട്ട് പഠിച്ചിട്ട് അടുത്തേൽ പോയി ഇരുന്നിട്ട് കാല് നിൽക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് തീർത്ത് തരണം, ഒരാഴ്ച കൊണ്ട് തീർത്ത് തരണം എന്ന് പറഞ്ഞാല് തീർക്കാൻ പറ്റും, ഒന്ന് ഓടിച്ച് വിടും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ പോകും. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ പൈസ ചെലവാക്കി പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗിയിലും നല്ല രീതിയിലും ഒരു, നമ്മൾ ഹിന്ദിയിൽ പറയും തമീസ് ചെയ്യേ, ക്ഷമ ലോകത്തെ ഏറ്റവും വലിയ മരുന്നാണ്. പിന്നെ വാക്കുകൾ എന്ന സാധനം പ്രാണനാണ്. വാക്ക് പ്രാണനാണ്. ആ പ്രാണനാണ് ദൈവം എന്ന് വിളിക്കുന്നത്. വാക്ക് ദൈവമാണ്. അപ്പൊ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് പോകണം എന്നാണ്. പ്രാണനാണത്. നിങ്ങളുടെ എനർജിയാണ് പോവുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ എനർജിയാണ് പോവുക. അപ്പോൾ നമ്മൾ ഗാഷോ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നമ്മൾ കൈകൾ ഇതുപോലെ വെക്കുക. ഇതൊരു എന്താണ്, അഞ്ജലി മുദ്ര എന്ന് പറയും. പക്ഷെ നമ്മുടെ സാധാരണ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഒരു അഞ്ജലി മുദ്രയാണ്, അല്ലേ? നിങ്ങൾ ഹിന്ദു അല്ലേ?
അല്ല, ഇത് ചോദിച്ചതിന്റെ കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെയ്യുന്ന ആളാണോ അല്ല വേറെ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അല്ലാണ്ട് എന്നെ സംബന്ധിച്ച് ജാതി മതമൊന്നുമില്ല. ഞാൻ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇതുപോലെ വെക്കുക, ഇതുപോലെ വെക്കുക. ഒരു പൂമൊട്ട് വിരിയുന്നത് അല്ലെ, ഒരു പൂമൊട്ട് വിരിയുന്ന ഒരു ഷേപ്പിൽ വെച്ച് കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് നമ്മളൊരു റിലാക്സ് ആയിട്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ ഔട്ട് എടുക്കുക 2-3 പ്രാവശ്യം. ഇതെന്തിനാ? നിങ്ങളുടെ മനസ്സ് ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നല്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്ന ഉടനെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ ഈ ഉള്ളം കൈയിലേക്കാണ്. ഉള്ളം കൈയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ പറഞ്ഞ ഗാഷോ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പൊ അവിടെ 2 മൈനർ ചക്രാസ് ഉണ്ടെന്ന് അറിയാം. ആ മൈനർ ചക്ര ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ് ആ ഒരു സങ്കല്പത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധ ഉള്ളംകൈയിലേക്കാണ്. അത് ഇനി പറയേണ്ട കാര്യമില്ല, അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും തറവാട്ടില് കുടുംബത്തില് ഉള്ള, നിങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയുമുള്ള മൺമറഞ്ഞു പോയ എല്ലാ ഗുരുകാരണവന്മാരെയും ഗുരുപരമ്പരകളെയും ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുലദേവതമാരെ ആദ്യം പ്രാർത്ഥിക്കുക. അവരോട് അനുവാദം ചോദിക്കുക, സംരക്ഷണം ചോദിക്കുക. അതാണ് അതിന്റെ അർത്ഥം. ഇത് കഴിഞ്ഞ ഉടനെ ഡോക്ടർ മിഖാവോ ഉസൂയി എന്ന ഗുരുനാഥൻ, റേക്കിയുടെ ഗുരുനാഥനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഗുരുനാഥനാണ്. ഹലോ ഗുരുനാഥ, ഞാൻ ഒരു ക്ലാസ്സിലാണ് ഗുരുനാഥ, ഉച്ച കഴിഞ്ഞിട്ട് വിളിക്കാവേ. എന്താണ്? തന്ന് അവര് തന്നതിൽ അത്രേ ഉള്ളൂ തോന്നുന്നല്ലോ. ഞാൻ നോക്കാം, ഞാൻ വാട്സാപ്പിൽ നോക്കിയിട്ട് ഇട്ടുതരാം. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ടുതരാം. അവരങ്ങനെ തന്നിട്ടുള്ളൂ തോന്നുന്നു. തന്നതാണ് എഴുതി തന്നത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ ഇടാം. അപ്പോ നമ്മള് പ്രാർത്ഥിക്കുക. ഡോക്ടർ മിഖാവോ ഉസൂയി ഗുരുനാഥനെ ഒന്ന് പ്രാർത്ഥിക്കുക. റേക്കി നല്ല രീതിയിൽ ഒഴുകാനും, നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനാണെങ്കിൽ ഇന്ന ആളെ ഇന്ന ആവശ്യത്തിന് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്നിലൂടെ റേക്കി എനർജി ഒഴുകണമെന്ന് ആ ഗുരുനാഥനോടും പ്രാർത്ഥിക്കുക. റേക്കിയുടെ 5 നിയമങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ ഉരുവിടുക. 5 നിയമങ്ങൾ അറിയോ? ഇന്നത്തെ ദിവസം ആരോടും ദേഷ്യപ്പെടില്ല, പിന്നെ അനുകമ്പ എല്ലാരോടും കാണിക്കണം, പിന്നെന്താ, അത് ഡെയിലി പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് സെൽഫ് ഹീലിംഗിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നു. സെൽഫ് ഹീലിംഗില് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല, ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർത്തില്ലല്ലോ. ഓർക്കാറില്ല. എങ്ങനെയാ ഓർക്കുക? നിങ്ങൾ പറയുമ്പോഴല്ലേ ഓർക്കുന്നുള്ളോ? ഇന്ന് ഞാൻ കോപിക്കുകയില്ല. ചിരിക്കണ്ട. ഇന്ന് ഞാൻ കോപിക്കുകയില്ല. ഇന്ന് ഞാൻ ദുഃഖിക്കുകയില്ല. ഇന്ന് ഞാൻ എന്റെ എല്ലാ കർമ്മങ്ങളും സത്യസന്ധമായി ചെയ്യുന്നവനായിരിക്കും. ഇന്ന് ഞാൻ എൻ്റെ എല്ലാ സഹജീവികളോടും കരുണയുള്ളവനായിരിക്കും. ഇന്ന് ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഇന്നത്തെ ദിവസം മാത്രം, ജസ്റ്റ് ഫോർ ടുഡേ. നാളേക്ക് വേണ്ട, നാളേക്ക് പറയാൻ പറ്റില്ല. നാളെ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളിങ്ങനെ ഒന്ന് പറയാം. ഇന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന് എനിക്ക് മനസ്സിലായി. ആ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ട്. നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം നന്നായിട്ട് ഹീൽ ചെയ്യണം കേട്ടോ നമ്മള്. അതിന്റെ പോരായ്മയുണ്ട്. അപ്പോ നമ്മള് ഇത് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ റേക്കി 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 എന്നൊരു 3 തവണ പറയാം. ഇപ്പൊ നമ്മളിലൂടെ റേക്കി ഒഴുകുന്നതായിട്ടുള്ള ഒരു മഹത്തായ ഒരു സങ്കല്പം നമ്മൾ കൊടുക്കണം. സങ്കല്പത്തിന് ശക്തിയുണ്ട്, അപ്പോഴാണ് അത് എനർജി ഒഴുകുക. അപ്പോ ഈ പ്രപഞ്ചത്തിൽ നിന്നും റേക്കി എനർജി ഒരു പ്രകാശത്തിന്റെ ബീം പോലെ വന്ന് നിങ്ങളുടെ സഹസ്രാര ചക്രത്തിലേക്ക് വന്നു ആജ്ഞ വിശുദ്ധി അതുവഴി നിങ്ങളുടെ അനാഹത ചക്രയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നും 2 കൈകളിലൂടെയും എല്ലാ വിരൽ തുമ്പുകളിലൂടെയും കണ്ടിന്യൂസ്ലി ഒഴുകി പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങളൊരു സങ്കല്പം കൊടുക്കും.
ഇതാണ് ഗേഷോ മെഡിറ്റേഷൻ ചെയ്യുന്ന രീതി. ഇത് വളരെ ശാന്തമായിട്ട് റിലാക്സ് ആയിട്ട് നല്ല രീതിയിൽ ആ ഇതിന്റെ ഒരു ഫീലിങ്സോട് കൂടി നമ്മൾ ചെയ്യണം. യാന്ത്രികമായിട്ട് ചെയ്തിട്ട് ഒരു ഗുണവും കിട്ടില്ല. യാന്ത്രികതയല്ല, ഈ ആത്മീയതയില് റേക്കിയില് നിഷ്കളങ്കത, ഈഗോ ഇല്ലാതെ സമർപ്പണ മനോഭാവത്തോടു കൂടി 100% വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാൻ. അതാണ് വർക്കാവും. അപ്പൊ നമ്മളത് ചെയ്തു കഴിഞ്ഞ ഉടനെ പിന്നെ റേക്കിയിൽ ആക്ടിവേഷൻ ആണ്. ചോക്കൂറേ ചോക്കൂറേ ചോക്കൂറേ, ഇപ്പുറത്തതുപോലെ 3 ചിഹ്നങ്ങളും ചെയ്യുക. കൈ ഇതുപോലെ ഒന്ന് പിടിക്കുക. ഇരു കൈകളിലൂടെയും എല്ലാ ചോക്കൂറ് രണ്ട് കൈ വിരൽത്തുമ്പുകൾ 2 കൈയിലും വേണം. രണ്ട് ഞാൻ 3 ചിഹ്നങ്ങളും വേണം. 2 അതല്ല, കൈയിലും 3 ചിഹ്നങ്ങളും വേണം. ഇങ്ങനെ രണ്ട് വിരലുകൊണ്ട് വരയ്ക്കാനാ പറഞ്ഞത്. അത് അതുപോലെയാണോ ചെയ്യേണ്ടത്? അത് 2 വിരലുകൊണ്ട് വരച്ചോളൂ. 2 വിരലുകൊണ്ടല്ല, 2 വിരൽ പിടിക്കുക, നടുവിരൽ കൊണ്ട് വരക്കുക. 2 വിരലും കൊണ്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റുമോ? ഒന്ന് ചെറുതോ ഒന്ന് വലുതായിരിക്കില്ലേ? അതെ, അങ്ങനെ പിടിച്ചിട്ടല്ലേ വരയ്ക്കുന്നത്? വാ, അതൊരു ബഹുമാനത്തിന് വേണ്ടി. നിങ്ങൾ ചൂണ്ടിയിട്ട് വരക്കത്തില്ലല്ലോ എന്നുള്ളതാ. ഇനി വിരൽ തന്നെ ഉപയോഗിക്കണം എന്നില്ല. കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ മനസ്സുകൊണ്ട് വരച്ചാൽ മതി. ചോക്കൂറെ 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 എന്ന് പറയാം. ഇപ്പുറത്തതുപോലെ പറയാം. ഇപ്പൊ കൈ ഇതുപോലെ പിടിക്കുക. 3 ചിഹ്നങ്ങളും വരച്ച ശേഷം കൈയിലൂടെ ധാരാളം റേക്കി എനർജിയും ഈ ധാരാളം മില്യൺ ട്രില്യൺ കണക്കിന് ആ റേക്കി ചിഹ്നങ്ങളും പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് എല്ലാ വിരലുകളിലൂടെയും ഉള്ളം കൈയിലൂടെയും കണ്ടിന്യൂസ്ലി ഒഴുകുന്നതായിട്ടുള്ള ആ ഒരു സങ്കല്പം കൊടുക്കുക. ആ ഒഴുകുന്നതായിട്ട് നമ്മൾ കാണാം. 2 മിനിറ്റ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കയ്യിലൂടെ നല്ല എനർജി പാസ് ആവുന്നത് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്താണ് നിങ്ങൾ റേക്കിയുടെ എന്ത് പ്രവൃത്തിയും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകും. ഗ്രൗണ്ടിങ് ഒഴികെ. ഗ്രൗണ്ടിങ്ങിന് നമുക്ക് ആക്ടിവേഷന്റെ ആവശ്യമില്ല. ഗാഷോ മാത്രം മതിയാവും. അത് പിന്നീട് സംസാരിക്കും. അപ്പോ നമ്മള് ഈ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മളെ വേറൊരു വ്യക്തിക്ക് ചെയ്യാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മളെ പിരമിഡ് ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. സാധാരണഗതിയിൽ പിരമിഡ് പ്രൊട്ടക്ഷൻ ആണ് എടുക്കുന്നത്. അറിയാലോ അല്ലെ? പിരമിഡ് പ്രൊട്ടക്ഷൻ ചോക്കൂറ് ഇങ്ങനെ 4 ഭാഗം വരച്ചിട്ട് അനാഹത ചക്രയിലേക്ക് എനർജി കൊടുത്തിട്ട് പിന്നെ അത് യോജിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാന്ന് അങ്ങനെയാണ് പറഞ്ഞത്. ആ രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഒരു മെത്തേഡാണ്. അതും നിങ്ങൾക്ക് ചെയ്യാം. പറഞ്ഞുതരാം പിന്നീട്. പ്രൊട്ടക്ഷൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ വ്യക്തിക്കും ഒരു പിരമിഡ് ഉപയോഗിച്ചിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാം. ഇപ്പൊ നമ്മൾ അവിടെ ഒരു അഫർമേഷൻ കൊടുക്കണം. ആ വ്യക്തിന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഫോട്ടോ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ വ്യക്തിയുടെ രൂപം നമുക്ക് അറിയാലോ. ആ വ്യക്തിക്ക് ഒരു പിരമിഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ അഫർമേഷൻ കൊടുക്കേണ്ടത് ഈ വ്യക്തിയിൽ നിന്നും ഒരുവിധ നെഗറ്റീവ് എനർജികളും എന്നിലേക്കോ എന്റെ കുടുംബത്തിലേക്കോ വരുന്നതല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവരിൽ നിന്ന് നെഗറ്റീവ് എനർജി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. പ്രൊട്ടക്ട് ചെയ്തു, ചോക്കൂര വരച്ച് സീൽ ചെയ്തു. ഇങ്ങോട്ട് വരില്ലല്ലോ. പിന്നെന്താ ചെയ്യേണ്ടത്? ഹോൻഷാ സി ഷോനൻ എന്ന 3ാമത്തെ സിമ്പൽ ഉപയോഗിച്ചിട്ട് ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുക. ഈ വ്യക്തിയുടെ മുകളിൽ വരക്കുക. ഫോട്ടോഗ്രാഫിയുടെ മുകളിൽ വരക്കുക. ഹോൻഷാ സി ഷോനൻ, ഹോൻഷാ സി ഷോനൻ, ഹോൻഷാ സി ഷോനൻ. ഞാൻ ഈ വ്യക്തിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ പ്രോട്ടോകോൾ നമ്മൾ എപ്പോഴും 3 പ്രാവശ്യം. റേക്കിയിലെ ഏത് കാര്യങ്ങളും 3 തവണയാണ് നമ്മൾ പറയാം. അഫർമേറ്റ് ചെയ്യുന്നത് 3 തവണയായിട്ടാണ് നമ്മൾ പറയാം. മനസ്സിലായോ? ഇത് എഴുതി വെച്ചോ? 3 തവണ പറയാം. ഈ പിരമിഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു തരണം കേട്ടാ. അത് ഇങ്ങനെ എളുപ്പമുള്ളത് ഇത് നോക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ രീതിക്കും അത് കൂടെ കുഴപ്പമൊന്നുമില്ല. വിനോദ, അതെ, 10:23 PM എന്നാ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ.
മതിയോ? ജസ്റ്റ് പോയിന്റ് ചെയ്ത് വെക്കുക, അങ്ങനെ പരത്തി എഴുതണ്ട. പിന്നെ ക്ലാസ് തീരുവൊന്നുമില്ല. പോയിന്റ് ചെയ്ത് വെക്കുക. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് ചെയ്തു? പിരമിഡ് പ്രൊട്ടക്ഷൻ കൊടുത്തു. ഇനി സിമ്പിൾ മെത്തേഡിലാണെങ്കിൽ നമ്മുടെ കൈകൾ ഇതുപോലെ പിടിക്കുക. രണ്ട് കൈകളും ടച്ച് ആവാണ്ട് പിടിക്കാന്ന് പൊതുവെ പറയുമെങ്കിലും നമുക്ക് ഈ താഴെ ഭാഗം ടച്ച് ആയിട്ട് നമുക്ക് ഇങ്ങനെയും വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോൺഷാ സീഷോനൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡാഷ് നിങ്ങൾ പറഞ്ഞോളാം, ഇന്ന വ്യക്തിയുടെ സൂക്ഷ്മ ശരീരം ഈ കൈകളുടെ ഉള്ളിലേക്ക് വരട്ടെ 3 തവണ നമ്മൾ പറയാം. എന്നിട്ട് ആ ഫോട്ടോയിൽ നിന്നോ അവരുടെ ഏത് വീടാണോ ആ വീട്ടിൽ നിന്നോ അവരുടെ സൂക്ഷ്മ ശരീരം വന്ന് നിങ്ങളുടെ ഈ കൈകളുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ അവരുടെ അതേ രൂപം, ആ വ്യക്തിയുടെ അതേ രൂപം ഒരു മിനിയേച്ചർ ആയിട്ട് നമ്മുടെ കൈകളുടെ ഉള്ളിൽ ആ വ്യക്തിയുണ്ട്. ഇവിടെ 2 തരത്തിൽ ചെയ്യാം. വളരെ എമർജൻസി ആകുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വയറുവേദന എന്ന് പറയുമ്പം വയറിലേക്ക് ഒഴുക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മളെ ബുദ്ധി ഉപയോഗിക്കുക. അല്ല, എനിക്കൊന്ന് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ എന്റെ കൈകളുടെ ഉള്ളിൽ ഉള്ള ഞാൻ ഹോൺഷാ സീഷോണും കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ വ്യക്തിയുടെ ഓറ ക്ലീൻ ആകട്ടെ. ക്ലീൻ ക്ലീൻ ക്ലീൻ. ഈ വ്യക്തിയിൽ നിന്നും ക്ലീൻ ആകുന്ന, ഓറയിൽ നിന്നും ക്ലീൻ ആകുന്ന എല്ലാവിധ നെഗറ്റീവ് എനർജികളും ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സലിലേക്ക് പോയി അവിടെ ന്യൂട്രൽ ആയി തീരട്ടെ. അത് 3 തവണ പറയാം. ഈ നെഗറ്റീവ് എനർജി തനിയനെ ക്ലീൻ ആവുന്നതിനനുസരിച്ചിട്ട് നേരെ യൂണിവേഴ്സിൽ പോയിട്ട് വേണമെങ്കിൽ വയലറ്റ് എനർജി എന്നോ എന്തെങ്കിലും പറയാം, വയലറ്റ് ഫ്ലെയിം എന്നോ എന്തെങ്കിലും പറയാം, പോയിട്ട് ന്യൂട്രൽ ആയി തീരട്ടെ എന്ന് പറയാം. ക്ലീൻ ക്ലീൻ ക്ലീൻ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഹീൽ ചെയ്യാം. അപ്പൊ ധാരാളം ചോക്കൂറ ചിഹ്നങ്ങളും റേക്കി എനർജിയും അവരിലേക്ക് നന്നായിട്ട് ഒഴുകി ഓറയുടെ 7 ലെയറുകളും ക്ലെൻസ് ആവുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ഹീൽ കൊടുക്കും. നമുക്ക് മതി എന്ന് തോന്നുന്ന ആ നിമിഷം ചോക്കുറ ചിഹ്നം നമ്മൾ അതിൽ സങ്കല്പിക്കുക അല്ലേ? നമ്മൾ ആദ്യമേ നമ്മൾ ആക്റ്റീവ് ചെയ്തല്ലോ, നമ്മുടെ കൈകളെ ആക്റ്റീവ് ചെയ്തിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോ ഈ ചോക്കൂറ ചിഹ്നങ്ങൾ നമ്മുടെ കൈകളിലൂടെ ധാരാളം ചിഹ്നങ്ങളും റേക്കി എനർജിയും ചോക്കൂറ ചിഹ്നങ്ങളും ഒഴുകി ആ വ്യക്തിയുടെ ഓറ ക്ലെൻസ് ചെയ്യുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഒരു 4-5 മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മതി എന്ന് തോന്നുമ്പോൾ, സാറ്റിസ്ഫൈഡ് ആണ്, ആ മതി, ക്ലീൻ ആയി എന്ന് തോന്നിയാൽ ഹീൽ 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 എന്ന് പറഞ്ഞിട്ട് ഹീലിംഗ് എനർജി കൊടുക്കുക. ക്ലെൻസ് ചെയ്തു, ഹീൽ ചെയ്തു. സെയിം ലൈക്ക് ഇവിടെ 7 ചക്രങ്ങളും ക്ലീൻ ആവട്ടെ എന്നുള്ള രീതിയിലേക്ക് കൊടുക്കാം. മേ ബി ഓരോ ചക്രങ്ങളെയും ക്ലെൻസ് ചെയ്യുന്ന രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കാം. എന്നാലേ ചക്രങ്ങളെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങൾക്ക് ഈ ഉള്ളിൽ തന്നെ തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക, പുറം തിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ചക്രാസിന്റെ പിറകുവശത്തും ഹീൽ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ചക്ര ബാലൻസ് ആവട്ടെ, ബാലൻസ് ഓൾ, ബാലൻസ് 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 എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് എനർജി കൊടുക്കുക. ചക്ര എപ്പോഴും ബാലൻസിങ് കൊടുക്കണം. ശേഷം അവർക്ക് എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അവര് ആ ഭാഗത്തേക്ക് നമ്മൾ ഹീൽ. വയറുവേദനയാണെങ്കിൽ മണിപ്പൂര ചക്രം, വയറ്, ഇങ്ങനെയുള്ള ചുറ്റുവട്ടങ്ങൾ കൊടുക്കുക, ഹീൽ കൊടുക്കുക. ഇനി വയറിലാണ് പ്രോബ്ലം എങ്കിൽ അവരുടെ മൈൻഡിലേക്കും കൂടെ ഹീൽ കൊടുക്കണം. അവരുടെ മനസ്സിലേക്ക്, മെന്റൽ ബോഡി, എമോഷണൽ ബോഡിയിലേക്കും കൂടെ ഹീൽ കൊടുക്കണം. എന്നാലും മാത്രമേ ഒരു യഥാർത്ഥ നല്ല ഹീലർ ആവാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പെൻഡുലം യൂസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആണ്. പെൻഡുലത്തിന്റെ കോഴ്സ് വേറെ തന്നെയാണ്. ഇതിന്റെ ഭാഗമൊന്നും അല്ല അത്, ശരിക്കും യഥാർത്ഥത്തിൽ ഭാഗമല്ല. നിങ്ങൾ ഇവിടെ ഈ കാണുന്ന, അവിടെ ഇവിടെയൊക്കെ കാണുന്ന 100 രൂപ 200 രൂപേന്റെ പെൻഡുലം കോഴ്സ് അല്ല. ഇതിനെ കൊണ്ട് ഒരു കാര്യവും ഇല്ല. 500 രൂപ 600 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പെൻഡുലം കോഴ്സുകൾ ഉണ്ടാവും. ഇതൊന്നും ഒരു കാര്യമില്ല. പെൻഡുലം നമ്മളൊരു ദ്യോലക ശാസ്ത്രം എന്ന ഭാരതീയ ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. പെൻഡുലം ഇപ്പൊ പേര് വന്നത് ദ്യോലക ശാസ്ത്രം. ഇതിന് വളരെ ഡീപ്പായിട്ടുള്ള രഹസ്യാത്മകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നെ പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോ അത് മൈൻഡിലേക്ക് കൊടുക്കുക, എമോഷണൽ ബോഡി, മെന്റൽ ബോഡിയിലേക്ക് കൊടുക്കുക, സറൗണ്ടിങ് ഫിസിക്കൽ ബോഡിയിൽ എന്ന പാർട്ട് എന്ന ഭാഗം അവിടെ ഹീൽ കൊടുക്കുക.
നന്നായിട്ട് ഹീല് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹീലിംഗ് എനർജി ഈ വ്യക്തിയിലേക്ക് തന്നെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി നിലനിന്ന് അവർക്ക് കണ്ടിന്യൂസ്ലി ഹീൽ കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ എനർജീനെ അവരുടെ ഉള്ളിൽ സീൽ ചെയ്ത് വെക്കണം. അപ്പോൾ അവരുടെ ശരീരത്തിന്റെ മുകളിൽ ഒരു വലിയ ചോക്കൂറെ വരച്ച് സീൽ 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 എന്ന് പറയാം. ഈ വ്യക്തിയുടെ സൂക്ഷ്മ ശരീരം ആ വ്യക്തിയിലേക്ക് തന്നെ തിരികെ പോകട്ടെ. അപ്പോൾ തിരിച്ച് അവിടേക്ക് പോകുന്നതായിട്ട് അവരുടെ വ്യക്തിയിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഇതാണ് ഒരു സാധാരണ ഗതിയുള്ള പ്രോട്ടോകോൾ. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇനി സിമ്പിൾ മെത്തേഡ് പഠിക്കുക. ഓരോ മെത്തേഡും മെല്ലെ മെല്ലെ പോയാൽ മതി. അപ്പൊ ഈ രീതിയിൽ നമ്മൾ അവർക്ക് ഹീല് കൊടുക്കുക. എന്നിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലാസ്റ്റ് സീൽ സീൽ എന്ന് പറയണം അല്ലെ? 3 തവണ. എന്തിനാ സീൽ പറഞ്ഞത്? അഫർമേഷനും കൂടെ പറയാം. ഈ എനർജി അവരിൽ തന്നെ കണ്ടിന്യൂസ്ലി നിലനിന്നുകൊണ്ട് 24 അവേഴ്സും ഹീലിംഗ് അവർക്ക് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? പറഞ്ഞ സൂക്ഷ്മ ശരീരം അവരിലേക്ക് തന്നെ പറഞ്ഞു വിടുക അല്ലെ? അതെ. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെയാണ് അടുത്ത ഒരു പരിപാടി ഇരിക്കുന്നത്. എന്താണ്? എന്തായിരിക്കും? കോഡ് കട്ടിംഗ് ആണോ? നിങ്ങൾ ആ വ്യക്തിയായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ കോഡ് കട്ടിംഗ് നിർബന്ധമാണ്. നിങ്ങൾ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ? കോഡ് കട്ടിംഗ് പല വിധത്തിൽ ഉപയോഗിക്കാം. ഈ വ്യക്തി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണുക. നിങ്ങളുടെ മണിപ്പൂര ചക്രവും അവരുടെ മണിപ്പൂര ചക്രവും ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു എനർജി കൊണ്ട് കണക്ട് ആയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ദേവതമാരോ ഏതെങ്കിലും ഗുരുക്കന്മാരുമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടോ? അപ്പം കീർത്തി സായിബാബേനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും, പ്രാർത്ഥിക്കുന്ന ആളുണ്ടാവും. അതുപോലെ അമൃതാനന്ദമയിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും, പ്രാർത്ഥിക്കുന്ന ആളുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. മേ ബി അവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ദൈവത്തിനെയോ ഒക്കെ വിളിച്ചിട്ട് അവരുടെ മുമ്പിലേക്ക് വരാൻ പറയാം. നിങ്ങളുടെ മുമ്പിലേക്ക് ആ ദൈവത്തിനോട് അല്ലെങ്കിൽ സംതിങ് അവരോട് വരാൻ പറയാം. ഞാൻ ഈ വ്യക്തിയുമായിട്ടുള്ള കോഡ് കട്ട് ചെയ്യാൻ പോകുന്നു, അതിന് എല്ലാവിധ സംരക്ഷണവും നൽകണമെന്നും പ്രാർത്ഥിക്കുക. പിന്നെ ആ വ്യക്തിയോട് പറയാം, നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധങ്ങളല്ല കട്ട് ചെയ്യുന്നത്, എനർജറ്റിക്കൽ കോഡ് മാത്രമാണ് കട്ട് ചെയ്യുന്നത് എന്ന് മനസ്സുകൊണ്ട് 3 തവണ ആ വ്യക്തിനോട് പറയാം. നിങ്ങൾ പ്രാർത്ഥിച്ച് വിളിച്ചിരിക്കുന്ന അസെൻഡഡ് മാസ്റ്റേഴ്സ് ആരാണോ ആ മാസ്റ്ററിനോട് ഈ കോഡ് കട്ട് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു വാളോ കത്രികയോ എന്തെങ്കിലും ചോദിക്കുക. ഇതൊരു ആക്ടിങ്ങും കൂടിയാണ്. അവരോട് ഇതിങ്ങനെ വാങ്ങുക, തന്നു കട്ട് 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 എന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുക. 3 തവണ. പിന്നെ അവരുടെ പൊക്കിൾ കൊടിന്റെ അടുത്തുനിന്നും കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുക. ഈ വാള് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ഈ നെഗറ്റീവ് എനർജീനെ എടുക്കുക. ഒരു വയലറ്റ് എനർജിയിലേക്ക് ഇതിനെ കളയുക. നമ്മുടെ ബേൺ ആവുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിന്നും പുറം തിരിഞ്ഞു നിൽക്കുന്നതായിട്ടും നേരത്തെ അഭിമുഖമായിരുന്നു നിന്നത്, പുറം തിരിഞ്ഞു നിൽക്കുന്നതായിട്ടും നിങ്ങൾ നല്ലൊരു തള്ളു വെച്ച് കൊടുക്കുക. അവര് നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ അവർ പോകുന്നു. ഈ രീതിയിൽ നമ്മൾ കോഡ് കട്ട് ചെയ്യും. എന്നിട്ട് കൈ കഴുകിയിട്ട് വന്ന് മണിപൂരക ചക്രയിൽ നിന്ന് കണക്ട് ആയിട്ട് മണിപ്പൂർ ചക്ര പറയാം. ചിലപ്പോൾ എല്ലാ ചക്രാസിലും പറയാം, എല്ലാ ചക്രാസിലും പറയാറില്ലെങ്കിലും മണിപ്പൂർ ചക്ര മെയിൻലി അത് അത്യാവശ്യമാണ്. അവിടെയാണ് ഒറിജിനലി കണക്റ്റഡ് ആവും അവിടെ പെട്ടെന്ന്. അതുകൊണ്ട് അപ്പൊ ഈ കോഡ് കട്ട് ചെയ്തു, ഇങ്ങനെ വിട്ടു. നിങ്ങൾ പിന്നെ കൈ കഴുകി വൃത്തിയാക്കി ഒരു ഗ്യാഷോ മെഡിറ്റേഷൻ ചെയ്ത് ഒരു ആക്ടിവേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്തിട്ട് ഒരു പിരമിഡ് പ്രൊട്ടക്ഷൻ കൂടി നിങ്ങൾ എടുക്കുന്നത് മോർ ബെറ്റർ ആയിരിക്കും. സാധാരണ പ്രോട്ടോകോളിൽ അത് വരാറില്ല, എങ്കിലും അതൊരു മോർ ദാൻ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടി പിരമിഡ് പ്രൊട്ടക്ഷൻ എടുക്കുക അല്ലെ? ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓറ എങ്ങനെ നിങ്ങൾ ക്ലെൻസ് ചെയ്യാം? അപ്പൊ നമുക്ക് റേക്കി ഷവർ മനസ്സിലാക്കാം. നിങ്ങൾക്കതില്ലല്ലോ, ഉണ്ടായിട്ടില്ലല്ലോ. നമ്മള് ഒരു ഗോൾഡൻ കളർ എനർജി നമ്മളിലേക്ക് വരുന്ന പോലെ സങ്കല്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണോ? അല്ല, കുറച്ചും കൂടെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന റേക്കി ഷവർ കുറേ കൂടെ ഡിഫറൻസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു എമർജൻസി ആയിട്ട് ഹീൽ കൊടുക്കുക.
അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ്, എമർജൻസി എന്ന് പറയരുത്, സിമ്പിൾ മെത്തേഡ്. എമർജൻസിയിൽ ഹീല് കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പെട്ടെന്ന്. അപ്പൊ പിന്നെ ഹീല് കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെ, നമ്മളിപ്പോ ഈ നമ്മള് ദൈവത്തിന്റെ അടുത്തുനിന്ന് ഇത് ഈ കത്രിക പിടിച്ച് കട്ടാക്കി ബാക്കിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഈ ആളേനെ തിരിഞ്ഞു പോണ പോലെ സങ്കല്പിച്ചു. അപ്പൊ ഈ ദൈവത്തിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ മാറ്റണം, അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും അവരെ ഉണ്ടോ? അങ്ങേക്ക് വിടുക, താങ്ക് യു പറഞ്ഞിട്ട് അവരവരുടെ ഓക്കെ. സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വിടുക. അതൊക്കെ നമ്മൾ ഒരു ബുദ്ധിപരമായിട്ടത് ചെയ്യാം. പിന്നെ അവിടെ തന്നെ നിർത്തേണ്ട കാര്യമില്ല. ചില ആളെ ഏഞ്ചൽമാരെ വിളിക്കും, ചില ആൾ എന്തെങ്കിലും മഹാഗുരുക്കന്മാരെ വിളിക്കും, അഗസ്ത്യ മുനിയെ പോലത്തെ അല്ലെങ്കിൽ രമണ മഹർഷി പോലത്തെ ആൾക്കാരെ വിളിക്കും, ചില ആൾ ദൈവത്തിനെ വിളിക്കും. അങ്ങനെ നിങ്ങൾ ആരെയാണോ അവർ കൊണ്ടു നടക്കുന്നുണ്ട് അവരെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ അപ്പൊ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരാൾക്ക് വയ്യാണ്ടായി, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട്? നേരെ ചെയ്യാം. നേരെ വേറെ നിവൃത്തിയൊന്നും ഡയറക്റ്റ് ചെയ്യാം. ഡയറക്ടേഴ്സ് നേരെ അവരിലേക്ക് ഹീല് കൊടുക്കുക. നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നില്ലല്ലോ. ഇവൻ ഡിസ്റ്റൻസ് ആണെങ്കിലും നിങ്ങൾ സാധാരണ ചെയ്യേണ്ട ഒരു കർമ്മം എന്താന്ന് വെച്ചാൽ റേക്കിയുടെ സെൽഫ് ഹീലർമാര് ചെയ്യേണ്ട കർമ്മം, രാവിലെ എഴുന്നേറ്റ ഉടനെ ഗാഷോ മെഡിറ്റേഷൻ ചെയ്യുക, ആക്ടിവേഷൻ ചെയ്യുക. ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ റേക്കി ഷവർ ചെയ്യുക. ഞാൻ എന്റെ രീതിയിലാണ് പറയുന്നത്. റേക്കി ഷവർ ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പിരമിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. ഒന്ന് പറഞ്ഞു തന്നോട്ടാ. അത് പിന്നീട് പറയാം, നമുക്ക് സംസാരിക്കാം. ഇപ്പൊ റേക്കി ഷവർ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ പിരമിഡ് ഉപയോഗിച്ചിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ പറയാം, ഇന്നത്തെ ഈ നിമിഷം മുതൽ 24 മണിക്കൂർ നേരവും ഞാൻ റേക്കി എനർജിയാൽ പ്രൊട്ടക്റ്റഡ് ആണ്. 3 തവണ അഫർമേഷനോട് കൂടി നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും രാവിലെ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. മെഡിറ്റേഷൻ, പിന്നെ ആക്ടിവേഷൻ, ആക്ടിവേഷൻ, റേക്കി ഷവർ, പിന്നെ പിരമിഡ് പ്രൊട്ടക്ഷൻ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു വെക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കണ്ണ മുഖമൊക്കെ കഴുകി കൈയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വേണമെങ്കിൽ ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. കാപ്പി കുടിക്കാൻ പറ്റുമോ സാറേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? വിശക്കുണ്ടോ കഴിക്കുന്നേ? ബിരിയാണി കഴിക്കാൻ പറ്റുമോ സാറേ എന്നൊക്കെ ചോദിച്ച ആളുണ്ടായിരുന്നു. ഞാൻ ഈ രാവിലെ തന്നെ ബിരിയാണി കഴിക്കുക ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. കഴിച്ചോളാം. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാരും. അപ്പൊ നമ്മൾ അത് അങ്ങനെ ചെയ്യുക. മനസ്സിലായോ? ഈ ഇത് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ എമർജൻസി വന്നാലും നിങ്ങൾക്ക് ഹീല് കൊടുക്കാലോ. ഇപ്പൊ എമർജൻസി വന്ന് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അവിടെ കുഴഞ്ഞു വീണോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹീല് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്നും പാലിക്കാൻ ഇപ്പോ പറ്റില്ല വിചാരിച്ചോ. ജസ്റ്റ് നിങ്ങൾ ഗാഷോ ചെയ്യണം, ആക്ടിവേഷൻ ചെയ്യണം. കൈ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക, ആ വ്യക്തിനെ സങ്കല്പിക്കുക, എന്നിട്ട് ഹോൺഷാസിഷോനെ കൊണ്ട് കണക്ട് ചെയ്യുക. അത് വേണമല്ലോ നിർബന്ധമായിട്ടും. കണക്ട് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നമാണോ അതിലേക്ക് എവിടെയാണോ ഹീല് നടക്കേണ്ടത്, അവരുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടി എന്താണോ ചെയ്യേണ്ടത്, റേക്കിയോട് ഒഴുകാൻ പറയുക, അവർക്ക് ഹീല് കൊടുക്കുക. അപ്പൊ റേക്കി അവിടെ ഡിസൈഡ് ചെയ്യും അവിടെ എന്ത് ഹീല് നടക്കും. നോക്കൂ, ടൈം ഒന്നും നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇത്ര ടൈം എന്നിങ്ങനെ പറഞ്ഞു. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇത്ര മണിക്കൂർ 2 മണിക്കൂർ പരീക്ഷ എന്നൊക്കെ പറയുള്ളൂ. സ്വാഭാവികമായിട്ട് റേക്കിയുടെ ഒഴുകുന്നതിന് ടൈമൊന്നുമില്ല. ഇന്റൻഷൻ ഈസ് ദ കീ, ഇൻഡ്യൂഷൻ ഈസ് ദ കീ എന്നാണ് റേക്കിയുടെ രണ്ടാമത്തെ വാക്ക്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയണം. പറയാൻ നിങ്ങൾ അതുപോലെ ആയി മാറണം. അല്ലാണ്ട് റേക്കി പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാള് നല്ല ഹീലർ ആവുന്നില്ല, നല്ല മാസ്റ്ററും ആവുന്നില്ല. അതൊരു കലയാണ്, നമ്മളത് ആയിത്തീരലാണ്. ഇതിന് പണിയുണ്ട്. MBBS പഠിച്ച എല്ലാവരും നല്ല ഡോക്ടർ ആവുക. ഇപ്പൊ ഡോക്ടറേഴ്സ് വല്യത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറും MBBS തന്നെയാണ് പഠിച്ചത്. സാധാരണ ചൊറിയും കുത്തിയിരിക്കുന്ന ഡോക്ടറും ഡോക്ടർ തന്നെയാണ് പഠിച്ചത്. ഒരേ MBBSന്റെ കിതാബ് തന്നെ ആരും പഠിച്ചത്. നമുക്ക് ശരിക്കും കിട്ടിയിട്ടില്ലല്ലോ റേക്കി, അല്ല അതുകൊണ്ടല്ല ഞാൻ പറയണ, അങ്ങനെയല്ല. ഒരാള് ഏതോ ആളാവട്ടെ, ഞാൻ ആരെയും കുറിച്ചിട്ടല്ല പറയുന്നത്. ഹൗ ടു ബിക്കം എ ഗുഡ് റേക്കി ഹീലർ എന്ന് പറയും. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം ശരിയായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരാളെ മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ശരിയായിരിക്കണ്ടേ.
അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രത്തെ നന്നായിട്ട് ഹീല് കൊടുക്കണം. അപ്പൊ പോരായ്മ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? എന്താണ് പോരായ്മ? മനസ്സിലായില്ലേ? അത് മാറ്റം വരുത്തണം. അപ്പോൾ മാത്രമേ ഒരു ഹീലർ ആവാൻ പറ്റുള്ളൂ. നമ്മൾ അത് ആയിത്തീരലാണ്, ആക്ടിങ് അല്ല. നമ്മൾ അത് ആയിത്തീരുക. അപ്പോൾ മാത്രമേ നല്ല ഒരു റേക്കി ഹീലർ മാസ്റ്റർ ആവുള്ളൂ. ഒന്ന്. രണ്ട് രണ്ട് നമ്മുടെ ജീവിതമേ റേക്കി ഹീലിംഗ് കൊടുക്കുമ്പോൾ നമ്മളെ കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും 24 പാർട്സ് അല്ലെങ്കിൽ 26 പാർട്സ് നിർബന്ധമായിട്ട് ഹീൽ ചെയ്യണം. ആ അത് എല്ലാ ദിവസവും. നിങ്ങളിപ്പോ രാവിലെ എഴുന്നേറ്റാ പല്ല് തേക്കത്തില്ലേ? നീ ഞായറാഴ്ചയാണ് ഇന്ന് വേണ്ടാ പറയോ? ഇല്ല ഇല്ല. ഇപ്പോഴും പല്ല് തേക്കില്ലേ? ഇപ്പോഴും കുളിക്കില്ലേ? കുളിക്കാനൊക്കെ ചിലപ്പോൾ മടിയുണ്ടാവും, എന്നാലും പല്ല് തേക്കും. ഡെയിലി കുളിക്കും. അതേപോലെ റേക്കി ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ജീവിത ശൈലി ആയിരിക്കണം എന്നാണ്. നിഷ്കളങ്കമായിരിക്കും. നിങ്ങൾ ഒരാൾക്ക് റേക്കി കൊടുക്കുമ്പോൾ അവരുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ടേ പറയാവുള്ളൂ. പണ്ട് ഒരു സിനിമയിൽ പപ്പു പറയണ കേട്ടിട്ടാ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം, ആ ചെറിയ സ്പാൻഡറിങ് എടുത്തേന്ന് പറയുന്നില്ലേ ഏത് സിനിമയിൽ? അതുപോലെയൊന്നും നടക്കില്ല. നടക്കാത്ത കാര്യമാണ്. നമ്മൾ നടക്കുന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, നടക്കില്ല. എന്നാ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കിട്ടുമെന്നാവട്ടെ എന്നുള്ള രീതിയിലും ചെയ്യരുത്. ഈ സോഴ്സ് എനർജി നിങ്ങളിലൂടെ വന്ന് ആ വ്യക്തിയിൽ സ്വയം ബുദ്ധിയുള്ള എനർജിയാണ് റേക്കി എന്ന് നമ്മൾ പറയാറില്ലേ, വന്ന് അവർക്ക് എന്താണോ ഹയസ്റ്റ് ഗുഡ് വേണ്ടത് അത് നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഹീൽ കൊടുക്കേണ്ടത്. ആ എപ്പോഴും ഹയസ്റ്റ് അങ്ങനെ ഗുഡ് നിങ്ങളല്ലേ. ആ ഹയസ്റ്റ് ഗുഡ് അവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് റേക്കിക്ക് അറിയാം. റിമൂവ് ചെയ്യണം, റിമൂവ് ചെയ്യും. ഇനി അയാളെ മരിച്ചു പോകണമെങ്കിൽ മരിച്ചു പോകും, അതൊന്നും പറയാൻ പറ്റില്ല. ഇത് തമാശ പറഞ്ഞാണ്, മരിച്ചൊന്നും പോവില്ല, ഞാൻ തമാശ പറഞ്ഞാണ്. ഇനി ആ ഒരു അർത്ഥം നിങ്ങൾ കൽപ്പിക്കണ്ട. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയാണ് നമ്മൾ റേക്കി കൊടുക്കേണ്ടത്. നമ്മൾ ഒരു സാക്ഷി, ഒരു വിറ്റ്നസ്, അല്ലെങ്കിൽ നമ്മളൊരു ഡിറ്റാച്ച്മെന്റ് ആയിട്ട് റേക്കി ചെയ്യാം. ഡിറ്റാച്ച്മെന്റ് ആയിരിക്കണം നമ്മുടെ മൈൻഡ്. ഇതിപ്പോ വിദൂര ചികിത്സ അല്ലാതെ ഡയറക്റ്റ് ചികിത്സ നടത്തുമ്പോഴും ഈ ആൾക്ക് നമ്മൾ പിരമിഡ് പ്രൊട്ടക്ഷൻ സെയിം തിങ്സ് കൊടുക്കണം. ആണ്, സെയിം തിങ്സ് ആണ്. ആണ്. നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുമ്പോൾ ഹോൺഷാസീഷോണൻ കൊണ്ട് അവരെ കണക്ട് ചെയ്യും. ഇത് പിന്നെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, ആളെ നമ്മൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രോട്ടോകോളും റേക്കിൽ സെയിം ആണ്. ഓറ ക്ലെൻസ് ചെയ്യണം, അല്ലെങ്കിൽ ചക്ര ക്ലെൻസ് ചെയ്ത് ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ റോഡ് കട്ട് ചെയ്യണം, എല്ലാം അപ്പൊ ഈ സെയിം ആണ്. സിമ്പിൾസ് നമ്മളുടെ ചോക്കുറെ സേഹയ്ക്ക് എങ്ങനെ യൂസ് ചെയ്യണം ഡയറക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ? എല്ലാ ചക്രങ്ങളിലും നമുക്ക് അവിടെ എത്തിയില്ലല്ലോ, അവിടെ എത്തുമ്പോൾ പറഞ്ഞാൽ പോരെ. ഉള്ളത് ക്ലാസ് തീരട്ടെ, ഞാൻ അപ്പോഴേക്ക് തരാം. അല്ലെങ്കിൽ എല്ലാം അവിയലാവും. നിങ്ങളിപ്പോ ഈ ഡിസ്റ്റൻസിന്റെ ഒരു മെത്തേഡേ മനസ്സിലായിട്ടുള്ളൂ, സിമ്പിൾ മെത്തേഡേ മനസ്സിലായിട്ടുള്ളൂ. ഇനി എന്തോരം കിടക്കുന്നുണ്ട് ഇവിടെ. ശരി. ഒരു ദിവസം കൊണ്ട് തീരില്ല. അപ്പൊ നമുക്ക് അതിന്റെ രീതിയിൽ പറഞ്ഞ് ഇതിനുള്ളിൽ മനസ്സിലാക്കി ഒരു കൊടുക്കുക. സംശയം ഉണ്ടായിരുന്നു, ഈ ചിഹ്നങ്ങൾ നമ്മൾ എങ്ങനെ ഒരാളിൽ പ്രയോഗിക്കണം എന്നുള്ളത് ഒരു ഇതുണ്ടായിരുന്നു. ഡയറക്റ്റ് നമ്മളെ അടുത്ത ഒരാൾ വന്നു കഴിഞ്ഞാല് സേഹയ്ക്കും ചോക്കൂറൊക്കെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം അറിയില്ല. അത് പറഞ്ഞുതരാം. ചെറിയ കുട്ടികൾക്ക് ഹീൽ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായിക്കോളാം. ചെറിയ കുട്ടികൾക്ക് ഹീൽ ചെയ്യുമ്പോൾ കൂടുതൽ ചിഹ്നങ്ങൾ യൂസ് ആക്കരുത്, ഇതിലേക്ക് മാത്രം കൊടുക്കുക. കാരണം അവർക്ക് ആ എനർജി ബോഡി താങ്ങാനുള്ള പ്രയാസം ഉണ്ടാവും. വളരെ ചെറിയ കുട്ടികൾക്ക് 5 മിനിറ്റിൽ, അല്ലെങ്കിൽ 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 മിനിറ്റ് കൂടുതൽ റേക്കി കൊടുക്കരുത്. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ അല്ലേ? 4 വയസ്സ് വരെ. 4 4 വയസ്സ് 5 ആയിക്കോട്ടെ, അതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ 5 മുതൽ ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ചിഹ്നങ്ങളും കറക്കി കുത്തി എടുത്ത് കൊടുക്കരുത്. ആവശ്യമുള്ള ചിഹ്നം മാത്രം മാക്സിമം സേഹയ്ക്ക് കൊടുക്കാൻ നോക്കുക. അതൊരു ഒരു പതിഞ്ഞ എനർജിയാണ്, ലവിങ് സിമ്പിൾ ആണ്, ഹാർഡായിട്ട് വർക്കാവില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ 4-5 മിനിറ്റ് കൂടുതലൊന്നും കുട്ടികൾക്ക് ചെയ്യരുത്, താങ്ങാൻ പറ്റില്ല. പിന്നെ മദ്യപിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആ മദ്യപാനത്തിന്റെ പൂസ് പോകുന്നവര് കൊടുക്കരുത്. പ്രിസിഷൻ വർക്ക് ചെയ്യുമ്പോൾ കൊടുക്കരുത്. എന്താണ് പ്രിസിഷൻ വർക്ക്? ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം പെയിന്റിങ് തൊഴിലാളികളൊക്കെ ആണെങ്കിൽ വലിയ മണ്ടയിൽ കയറി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ, ഇങ്ങനെയുള്ള പ്രിസിഷൻ വർക്ക് ചെയ്യുമ്പോൾ കൊടുക്കരുത്. കാരണം അവരുടെ ഇത് വരുമ്പോ
എന്തെങ്കിലും വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കരുത് അല്ലെ? എന്തെങ്കിലും അല്ല, ഒരു മെയിൻ പ്രിസിഷൻ വർക്ക് എന്ന് ഞാൻ പറഞ്ഞത്. വലിയ മരത്തിന്റെ മുകളിൽ കയറി വർക്ക് ചെയ്യുന്നവർക്കോ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ അതേ സെയിം ടൈമിൽ കൊടുക്കരുത്. അല്ലെങ്കിൽ അവരോട് ഇറങ്ങി വന്നിട്ട് ഇരിക്കാൻ പറയാം, എന്നിട്ട് അല്ലെ ശരി വണ്ടി ശരി. ഓഫാക്കിയിട്ട് അവിടെ ഇരിക്കാൻ പറയും. കാരണം ഈ എനർജി അവര് സ്വീകരിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ആലസ്യം പോലെ ഒരു ഉറക്കം പോലെയൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. ഉം. അത് അപകടം അല്ലേ ഉണ്ടാക്കുക. അതെ ചിലപ്പോൾ ഒരു ഉറക്കം വരുന്ന പോലെ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ കൈ വിട്ടു പോയി കഴിഞ്ഞാൽ മരത്തും താഴേക്ക് വീഴില്ലേ. അതെ അതെ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അത് 10 വയസ്സ് മുതല് 15 വയസ്സുള്ള കുട്ടികൾക്കോ? കാമണിക്കൂറൊക്കെ ഒരു അരമണിക്കൂറൊക്കെ കൊടുക്കുക, ഇതൊന്നും കുഴപ്പമില്ല. ഈ ചെറിയ കുട്ടികളുടെ മൊബൈല് കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, താങ്ങാൻ പറ്റാത്ത ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യൂസ് ചെയ്യാം അല്ലെ? അതൊക്കെ യൂസ് ചെയ്യും. ചെറിയ കുട്ടികൾക്ക് ഇത് എനർജി താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ. ഉം. ഇപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. കമ്പ്യൂട്ടറിൽ ചാർജ് തീരാറായിട്ടുണ്ട്, ഒന്ന് കുത്തി വെക്കട്ടെ, ഓഫാക്കുന്നില്ല, ഒന്ന് കുത്തി വെക്കാം, ഓൺലൈനിൽ ഇട്ടേക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ ഓടിച്ചാടി ഹീൽ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ പിന്നെയോ നമ്മൾ ആദ്യം സ്വയം സെൽഫ് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഒരു ഹീൽ ആയിക്കൊണ്ടേ ഇരിക്കണം. നിങ്ങൾ ഓറ സ്വയം ഹീലായി ക്ലൻസിങ് എങ്ങനെ? ഓറ ക്ലൻസിങ് പറഞ്ഞു. പറയാം, നിങ്ങൾ ഇരിക്കട്ടെ, പറഞ്ഞുതരാം. ഓറ ക്ലൻസിങ്ങിന്റെ ഡിസ്റ്റൻസ് വേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഡിസ്റ്റൻസ് വേ പറഞ്ഞല്ലോ. ആ ഈ സിമ്പിൾ മെത്തേഡ് ചെയ്ത് ശീലിക്കൂ. സിമ്പിൾ മെത്തേഡ് ചെയ്യൂ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സിമ്പിൾ മെത്തേഡ് ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ സിമ്പിൾ മെത്തേഡിൽ ഹീറോയ്ക്ക് ഹീൽ ചെയ്യൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് സ്വയം നമുക്ക് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണോ, ഇങ്ങനെ ഗോൾഡൻ കളർ ഇതായിട്ട് എനർജി ഇങ്ങനെ വരുന്ന പോലെ? നിങ്ങള് ഞാൻ പറഞ്ഞു, ഓറ ക്ലെൻസ് ചെയ്യാൻ റേക്കി ഷവർ വേണം. ഷവറിന്റെ ക്ലാസ് ഞാൻ എടുത്ത് തരാം. ശരി. നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ്. അതാണ് മറ്റു ഞാൻ വ്യക്തികളെ ചോദിച്ചത്. അതെ, മറ്റു വ്യക്തികളെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ സിമ്പിൾ മെത്തേഡേ പഠിച്ചിട്ടുള്ളൂ. സിമ്പിൾ മെത്തേഡിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹീൽ കൊടുക്കാം, ക്ലെൻസിങ്ങിന് ഹീൽ കൊടുക്കാം. സിമ്പിൾ മെത്തേഡാണ്. റേക്കിയുടെ ട്രഡീഷണൽ സിമ്പിൾ മെത്തേഡ് തന്നെയാണ്, അവരുടെ ട്രഡീഷൻ തന്നെയാണ്, കയ്യിൽ വെച്ചിട്ട് ചെയ്യും. അല്ലാത്ത മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തരാം, ആ കൂട്ടത്തിൽ ഷവറും പറയാം. ഇനിയിപ്പോ സിമ്പിൾ മെത്തേഡ് തന്നെ പല വിധത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രോക്സി ആയിട്ട് ചെയ്യാം. ഒരു വ്യക്തിയുടെ ഫോട്ടോഗ്രാഫി നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. പാസ്പോർട്ട് സൈസ് ഫുൾ സൈസ് ഫോട്ടോ കിട്ടുമല്ലോ. ഈ ഫോട്ടോയിലേക്ക് കോൺട്രാസ്റ്റ് കൊണ്ട് കണക്ട് ചെയ്ത് ഇടത് കൈയിൽ ആ ഫോട്ടോ വെക്കുക, വലത് കൈ കൊണ്ട് ഇതുപോലെ പിടിക്കുക, നന്നായിട്ട് ഹീൽ. ഇനി അവരുടെ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല, അവരുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അറിയാം, വാട്സപ്പായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ കടലാസിൽ അവരുടെ മൊബൈൽ നമ്പർ എഴുതുക, അവരുടെ പേരും അറിയായിരിക്കും, പേരും എഴുതുക. ഈ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്ന ഇന്ന പേരുള്ള ഈ വ്യക്തിയിലേക്ക് ഹീലിംഗ് പോകട്ടെ. എന്നിട്ട് ആ വ്യക്തിനെ രൂപമൊന്നും അറിയില്ലെങ്കിലും ആ വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിനെ, അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഈ കയ്യിൽ എഴുതി വെച്ച കടലാസിലും ആ വ്യക്തിയിലുമായിട്ട് കോൺട്രാസ്റ്റ് കൊണ്ടൊന്ന് കണക്ട് ചെയ്യുക. ഞാൻ ഈ ഹീലിംഗ് ഈ കടലാസിലേക്ക് ചെയ്യുമ്പോൾ ഈ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്ന ആ വ്യക്തിക്കാണ് ഹീല് പോകുന്നത്, അവരാണ് അതിനെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹീല് കൊടുക്കുക. ഈ മെത്തേഡ് യൂസ് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫി മേടിക്കണം പറയും, ഇവൻ തന്നിട്ടില്ല, തരാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഒരു അവസരത്തിലാ വന്നു പോയെങ്കിൽ ഈ രീതിയും യൂസ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെയും യൂസബിൾ ആണ്, നിങ്ങൾക്കത് പറ്റും, വർക്കബിൾ ആണെന്നാ. ടൈം എത്ര കൊടുക്കണം? ഇന്റൻഷൻ ഈസ് ദ കീ, ഇൻഡ്യൂഷൻ ഈസ് ദ എത്ര വേണം നമുക്ക് മിനിമം നമ്മൾ ഒരു 20 മിനിറ്റ് എങ്കിലും മിനിമം കൊടുത്തിരിക്കണം. ഒരാൾക്ക് ഹീൽ കൊടുക്കുമ്പോൾ 20 മിനിറ്റ് എങ്കിലും കൊടുക്കണം. നമ്മൾ ഈ സെൽഫി ഹീലിംഗ് ചെയ്യുന്ന പോലെ 3 മിനിറ്റ് അല്ല, അത് നമ്മൾ ഓർമ്മിക്കണം. 20 മിനിറ്റ് എങ്കിലും നമ്മൾ ഹീൽ കൊടുക്കും. ഇനി അവർക്ക് അവിടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അവരെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ
നിങ്ങൾ 90% നിങ്ങൾ എല്ലാവരോടും പറയാ. എന്താ പറയാ? ഒരു കോമയിലെ ICU കിടക്കുന്നവരോട് പറയാൻ കഴിയില്ല, അല്ലാത്തവരോടൊക്കെ നമുക്ക് പറയാലോ. ഞാൻ ഇത്ര മണിക്ക് ഞാൻ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ശാന്തമായി റിലാക്സ് അവിടെ കിടന്നിട്ട് റേക്കി ഹീലർ, ഇതാണ് സംഗീത, റേക്കി ഹീലർ സംഗീത എനിക്ക് വേണ്ടി നൽകുന്ന റേക്കി ഹീലിംഗ് ഞാൻ പരിപൂർണമായും സ്വീകരിക്കുന്നു എന്ന് 3 തവണ പറഞ്ഞിട്ട് ബെഡിൽ റിലാക്സ് ആയിട്ട് യാതൊരു ഒച്ചയും ബഹളവും ഇല്ലാതെ ബിരിയാണി ഒന്നും കഴിക്കാതെ അവിടെ കിടക്കാൻ പറയും. ചില ആളെ പറയും എന്താണെന്നറിയോ, നിങ്ങൾ അവിടെ റേക്കി ചെയ്തോളൂ, ഞാൻ പൈസ ഇട്ട് തരാം. എന്നിട്ട് ഇവരവിടെ കിടന്നിട്ട് വല്ല എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും, ഇതിന്റെ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അങ്ങനെ പാടില്ല. അപ്പൊ അവരും റേക്കിയില് നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങളും കറക്റ്റ് വിശ്വാസത്തോടു കൂടി കൊടുക്കുന്നവരായിരിക്കണം, സ്വീകരിക്കുന്നവരും കറക്റ്റ് അത് എഴുതിട്ട് സ്വീകരിക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് ഇതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. അവരോട് പറയാം. അപ്പൊ അവരെ ചിന്തിക്കുക, ഈ പ്രപഞ്ചത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആ റേക്കി എനർജി അവരിലേക്ക് വരികയും അവർക്ക് സമൂലമായ സമ്പൂർണമായിട്ടുള്ള മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള നല്ല മാറ്റങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമ്മൾ കാണാം, അവർ കാണാം. അങ്ങനെ അവരെ സ്വീകരിക്കണം, തയ്യാറാവണം. മസ്റ്റാണ്, മസ്റ്റാണ്. ഇത് അവരെ ആദ്യമേ വിളിച്ച് പറയണ്ടേ. ഒരു 10-20 മിനിറ്റ് അങ്ങനെ അഫർമേഷൻ പറയാ അല്ലെ? 10-20 മിനിറ്റ് പറയണ്ട, 3 തവണ അവര് മനസ്സിൽ അങ്ങനെ പറഞ്ഞിട്ട് ശാന്തമായി കിടന്നാൽ മാത്രം മതി. കിടന്നിട്ട് പിന്നെ ഈ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. പിന്നെന്ത് വേണം? നിങ്ങളിൽ നിന്ന് വരുന്ന ആ റേക്കി എനർജിയെ അവർ സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു സങ്കല്പം മനസ്സിൽ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് റിലാക്സ് ആയിട്ട് ഒരു റിസീവിംഗ് മോഡിൽ കിടക്കാൻ പറയും. ഇത്ര മണി വരെ, ഇത്ര മണി വരെ എന്ന് പറയാം. ഇത്ര മണി കഴിഞ്ഞാൽ എഴുന്നേറ്റ് മെല്ലെ ഇരിക്കാൻ പറയാം. ഈ യൂണിവേഴ്സിനോടും റേക്കി ശക്തിയോടും നിങ്ങളോടും നന്ദി പറയാൻ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര നിർബന്ധമാണ്. നിങ്ങളും അതുപോലെ പറയാ. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ റേക്കി ശക്തിയോടും യൂണിവേഴ്സിനോടും നിങ്ങളോട് തന്നെ നിങ്ങൾ നന്ദി പറയാം. കാരണം നിങ്ങളൊരു ഉപകരണമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും റേക്കി സ്വീകരിച്ച ആ വ്യക്തിയോടും നന്ദി പറയാം. എന്നിട്ട് മസ്റ്റ് ആയിട്ട് ദക്ഷിണ കമ്പൽസറി ആയിട്ട് വാങ്ങിയിരിക്കണം. ഒരുപാട് ആളുകൾ ഫ്രീ ആയിട്ട് ഹീലിംഗ് കൊടുക്കുന്നതും ഫ്രീ ആയിട്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഹീലിംഗ്, എനിക്ക് ഹീലിംഗ് പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. മനസ്സിലായോ? അപ്പൊ എത്ര ദക്ഷിണ വാങ്ങണം സാറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള എത്രയെങ്കിലും വാങ്ങാം. ഒരു ഹീലിങ്ങിന് ഇപ്പൊ 50,000 രൂപ എന്ന് പറഞ്ഞ് വാങ്ങാനും നോക്കുന്നില്ല. എങ്ങനെയാണ് ഫീസ് ഒന്നും അറിയില്ല, എങ്ങനെയാണ് അതിന്റെ ഇത്? നിങ്ങൾക്ക് മാന്യമെന്ന് തോന്നുന്ന, സമൂഹത്തിനെ ചൂഷണം ചെയ്യാതെ ഒരു പൈസ വാങ്ങാം എന്നാണ് ഞാൻ പറഞ്ഞത്. റേക്കി കൊണ്ട് ആരെയും ചൂഷണം ചെയ്യരുത്, വല്ലാണ്ട് പൈസ പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങളുടെ ഈ കഴിവും ഈ ശക്തിയും സിദ്ധിയും ഒക്കെ ഏതെങ്കിലും ഒരു ചെറിയൊരു 10-20 മിനിറ്റ് ഹീൽ ചെയ്താ ഒരു 100-200 ഒക്കെ മേടിക്കാം അല്ലെ? അതൊക്കെ ഞാൻ പറയില്ല, നിങ്ങൾക്ക് വാങ്ങാമെന്നാ പറഞ്ഞത്. പക്ഷെ വാങ്ങിയിരിക്കണം എന്നാ. ദക്ഷിണ വാങ്ങിയാൽ തന്നെ ഇപ്പൊ ഒരു ഈവൺ ഒരു എക്സാമ്പിൾ ഒരു 500 രൂപ കിട്ടിയാല് അതിലൊരു ശതമാനം, ഒരു ഇത്ര ശതമാനം പൈസ, ഇത്ര ഒന്നും പറയണ്ട. കാരണം ജീവിതത്തിൽ നിങ്ങൾക്കും പൈസയൊക്കെ ആവശ്യമുള്ള ആളല്ലേ. ഇത്ര രൂപ കിട്ടിയാൽ ഞാൻ ഇത്ര രൂപ ചെയ്യാന്നൊന്നും പറയണ്ട. നിങ്ങൾ പറയേണ്ടത് എന്റെ കൈക്ക് ഒത്ത പോലെ, എനിക്കാവുന്ന രീതിയിൽ. ഒന്ന് നിങ്ങളുടെ കുലദേവതമാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഭണ്ഡാരത്തിൽ ഇട്ട് വെക്കുക. ഒന്ന് അന്നദാനോ അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന്, ആർക്കെങ്കിലും മരുന്ന് കൊടുക്കാനോ അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കാനോ ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും സംതിങ് ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വേറൊരു ഭണ്ഡാരത്തിൽ ഇട്ട് വെക്കുക. ഇത് നിറയുമ്പോൾ കൊണ്ടുപോയിട്ട് ആ പ്രവൃത്തി ചെയ്യുക. ബാക്കി പൈസ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നു. ഇനി റേക്കിയും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ കണ്ടിന്യൂസ്ലി തടസ്സങ്ങളില്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ കുലദേവതമാരും കുലഗുരുക്കന്മാരെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അവർക്കിത് വലിയ റോൾ പാർട്ട് ഉണ്ട്. മനസ്സിലായോ? അതില്ലാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമായ വസ്തുതയാണ്. ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന ഒട്ടുമിക്ക 99% ആളുകളുടെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വീട്ടിലും കേരളത്തില്
ഒട്ടുമിക്ക എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. ഇല്ലാത്ത വീടൊന്നും ഇല്ല. നമ്മൾ ഈ പുറമേ ഇരുന്നിട്ട് ക്ലാസ് ഇരിക്കണ പോലെയൊന്നുമല്ല, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. അതിന്റെ മെയിൻ കാരണം കുലദേവത ആചരണമില്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെ റേക്കി ചെയ്തങ്ങ് മാറ്റിക്കൂടെ സാറേ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും റേക്കി മാത്രം മതി എന്ന് പറയുന്നതിലൊന്നും കാര്യം. ഒരാളെ ഇപ്പൊ പേപ്പട്ടി കടിച്ചു, പാമ്പ് കടിച്ചു പറഞ്ഞാൽ റേക്കി കൊടുത്താൽ മതിയോ? നിങ്ങൾ പോലീസ് ഒക്കെ കൊണ്ടുപോകും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയോ? ഒരു ആക്സിഡന്റ് സംഭവിച്ചു പെട്ടെന്ന് റോഡില്, വാ അവിടെ ഇരിക്കുക റേക്കി ചെയ്യാൻ പറഞ്ഞാൽ മതിയോ? പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇംഗ്ലീഷ് മെഡിസിൻസ് തന്നെ വേണം. ഇതിന് എല്ലാ മെഡിസിൻ ശാഖകൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്, പ്രവർത്തനമുണ്ട്. നമ്മൾ ഒന്നിനും നിരാകരിക്കണ്ട. നമ്മൾ എനർജി ഹീലിംഗ് ആണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കാറുണ്ട്, റേക്കി കൊണ്ട് അതും ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് പറ്റില്ല. എന്താ? നമ്മൾ എനർജീനെ എടുത്ത് സ്വീകരിക്കുന്ന അളവിൽ വ്യത്യാസമില്ലേ? നമ്മൾ അതുപോലെ പവർ അല്ലല്ലോ. ഇനി അതുപോലത്തെ മഹാസിദ്ധന്മാർക്ക് ചിലപ്പോൾ അതും പറ്റുമായിരിക്കാം. മേ ബി റേക്കി ഒഴുകിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ എന്തായാലും നിലവില് ഈ എനർജിക്ക് ഒരു പരിമിതിയും ഇല്ല. ഉപയോഗിക്കുന്ന നമുക്ക് പരിമിതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. എല്ലാത്ത നിങ്ങളുടെ തറവാട് ദേവതമാരെ തിരിഞ്ഞു നോക്കാതെ അവിടെ ഒന്നും ചെയ്യാതെ ഒരു മൂലയിൽ ഇട്ടിട്ട് ഇങ്ങനെ കാട് കയറി മൂടി കിടക്കുന്നിടത്ത് പോയിട്ട് നിങ്ങൾ റേക്കി മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ അവിടെ അതിന്റെ മെയിൻറ്റെയിൻ ചെയ്ത് പൂജാവിധികൾ കൊണ്ടുവന്ന് സംതിങ് അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ കൈക്കും പൈസക്കും ഒക്കാവുന്ന രീതിയിലുള്ള റെമഡീസും കൂടെ ചെയ്യണ്ടേ. എന്നിട്ട് റേക്കി കൂടെ ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് മോർ പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോവാം. മനസ്സിലായോ? അപ്പൊ ആ ഒരു അർത്ഥം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് റേക്കി ഷവറിനെ കുറിച്ചിട്ട് പറയണായിരുന്നു അല്ലെ? പിന്നെ റേക്കി നമ്മൾ ഷവർ എന്ത് ഇതും മറ്റൊരാൾക്ക് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഈ എനർജി കട്ടിങ്ങും പ്രൊട്ടക്ഷനും നിർബന്ധമാണ് അല്ലെ? കോഡ് കട്ട് നിങ്ങള് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, കണക്ട് ചെയ്താൽ കോഡ് കട്ട് ചെയ്യണം. ഓക്കെ, കണക്ഷൻ എന്തായാലും ഹോൺഷാസ് ഈശോനെ കൊണ്ട് കണക്ട് ചെയ്യണം. നിങ്ങളല്ലാത്ത മറ്റു യാതൊന്നിനെയും നിങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനാണ് ഈ ഹോൺഷാസ് ഈശോനൻ മെയിൻലി ഉപയോഗിക്കുന്നത്. സ്വന്തം ശരീരത്തിൽ ഹീൽ ചെയ്യുമ്പോൾ ഈ ഹോൺഷാസ് ഈശോനൻ ആവശ്യമാണ്. മണിപ്പൂര ചക്രത്തെ ഹീൽ ചെയ്യാൻ മണിപ്പൂര ചക്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹോൺഷാസ് ഈശോനൻ. മൂലാധാരത്തിലാവുമ്പോ ചോക്കൂറെ, സ്വാധിഷ്ഠാനത്തിലും അതേപോലെ അനാഹതയിലും സേഹേക്കി, സഹസ്രാരത്തിൽ ഇതെല്ലാം വരും. അതുപോലെ വിശുദ്ധിയിലും ചോക്കൂറെ വരുമെങ്കിലും സെഹക്കിയുടെ റോള് നല്ല കൂടുതലുണ്ട്. സഹസ്രാരത്തിലും ആത്മയിലും ഡൈക്കോമിയോ വരും. ഇപ്പൊ ഈ മാനസികമായ പ്രശ്നങ്ങൾക്ക് മാത്രമാണ് സേഹയ്ക്ക് ഉപയോഗിക്കുക? അല്ല, മാനസികമായിട്ടുള്ള എല്ലാ കാര്യത്തിലും അത് നിർബന്ധമാണ്. ഓക്കെ, മെന്റൽ എമോഷണൽ സിമ്പൽ എന്നാണ് പറയുക. എമോഷൻസ് ക്ലിയർ ചെയ്യാനും മാനസികമായിട്ടുള്ള കാര്യങ്ങളെ ഹീൽ ചെയ്യാനും, അതേസമയം ലവിങ് സിമ്പൽ എന്ന് പറയും, റിലേഷൻഷിപ്പുകൾ ഹീൽ ചെയ്യാൻ. ഭാര്യ ഭർത്താവ് എന്നല്ല, കാമുകിയും കാമുകനും എന്നല്ല, എല്ലാ റിലേഷനുകളും അച്ഛനും അമ്മയും മക്കളും തമ്മിലോ, നിങ്ങളും നിങ്ങളുടെ അയൽക്കാരും തമ്മിലോ, സമൂഹമായിട്ടോ, റിലേഷൻ എന്ന വ്യാപകമായ അർത്ഥത്തിലാണ് പറയുന്നത്. റിലേഷൻഷിപ്പുകൾ ഹീൽ ചെയ്യാൻ ലവിങ് സിമ്പിൾ ആണ്, ദേവീ ശക്തിയാണ്. അതേപോലെ എന്താ പറയാ, ഓർമ്മക്കുറവിന്, ശരി, പഠിച്ചതല്ല ഓർമ്മിക്കുന്നത്. കുട്ടികൾക്ക് ക്രിസ്റ്റലുകളൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് ഒക്കെ ഇതിന്റെ യൂസേജ് വരും. പ്രത്യേകിച്ച് അനാഹത, സ്വാധിഷ്ഠാനം ഒക്കെ വളരെ അസോസിയേറ്റ് ചെയ്ത് കിടക്കും, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ സ്വാധിഷ്ഠാനം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് മെയിൻലി യൂസബിൾ ആണ്, സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ. പിന്നെ നിങ്ങളെ ജാതകത്തിലൊക്കെ ഹീൽ ചെയ്യുമ്പോൾ അതും പറഞ്ഞിട്ടില്ല, അതൊക്കെ വരാം. നമ്മൾ ഇരുന്നിട്ട് കാലഘട്ട ജാതകത്തിലൊക്കെ ഹീൽ ചെയ്യുമ്പോൾ ചന്ദ്രൻ, ജലം, ആസ്തമ, നടുവേദന, മാതാവ് ഒക്കെ സെഹക്കിയുടെ എന്നാ മറ്റു ചിഹ്നങ്ങളെ ഉപയോഗിക്കാം, ഉപയോഗിക്കേണ്ടെന്നല്ല. അപ്പൊ നമ്മൾ എന്താ സാധാരണ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
3 ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ 3, 4 ചിഹ്നങ്ങളുടെ 4 എല്ലാം കൂടെ ആക്റ്റീവ് ചെയ്തിട്ട് ഹീൽ കൊടുക്കുക. അപ്പൊ ഏത് ചിഹ്നമാണോ അവിടെ വർക്ക് ആവേണ്ടത് അത് വർക്ക് ആയിക്കോളും. ആ, അത് എല്ലാതും കൂടി ചെയ്യോ? എല്ലാതും കൂടി ചെയ്യാം. അല്ലെ നമ്മള് ഡെയിലി സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചോക്കൂറെ 2 കൈയിലും ആക്റ്റീവ് ചെയ്തു, സെഹഗി 2 കൈയിലും ആക്റ്റീവ് ചെയ്തു, ഹോൺഷാസീഷോൺ 2 കൈയിലും ആക്റ്റീവ് ചെയ്തു, ഡൈക്കോമിയോ 2 കൈയിലും ആക്റ്റീവ് ചെയ്തു. ഈ എല്ലാ ചിഹ്നങ്ങളും റേക്കി എനർജിയും കണ്ടിന്യൂസ്ലി ഒഴുകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഹീൽ കൊടുക്കുക. ഇതെല്ലാം ഉണ്ടല്ലോ അവിടെ. ഇപ്പൊ ഏതേത് വർക്ക് ചെയ്യണം, റേക്കിക്ക് സ്വയം ബുദ്ധിയുള്ള എനർജിയാണ്, ഏതേത് എനർജി ബോഡീസ് വർക്ക് ചെയ്യണം അതിനറിയാം. അത് ശരി. അങ്ങനെ കൊടുക്കാം. റേക്കി സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം. ഉം. അത് ഇനി ഒന്ന് ഡയറക്റ്റ് ആയിട്ട് മാത്രം വരേണ്ട കൊടുക്കണമെങ്കിലും ആവശ്യം. നോക്കൂ, ഡയറക്റ്റ് ആയിട്ട് ഒന്ന് മാത്രം കൊടുക്കണമെങ്കിലും കൊടുക്കാം, കൊടുക്കണ്ടെന്നല്ല. മെയിൻലി നമ്മൾ സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, എല്ലാ ചിഹ്നങ്ങളും ഇട്ടിട്ട് കൊടുക്കാം. അപ്പോ ജാതകത്തിലൊക്കെ ഹീൽ ചെയ്യുമ്പോൾ ഇപ്പൊ ചന്ദ്രന്റെ ദോഷമാണ് കൂടുതൽ, ബാക്കിയൊന്നും ദോഷമൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആണെങ്കിൽ സേഹയ്ക്ക് ഇട്ടിട്ട് ഹീല് കൊടുക്കാം. അപ്പൊ പറയാം, ചന്ദ്രൻ എന്ന നവഗ്രഹത്തിൽ, ചന്ദ്രൻ എന്ന പ്ലാനറ്റ് എനിക്ക് എല്ലാ അനുകൂലത്തിലേക്ക് വന്നിരിക്കുന്നതിന് നന്ദി, അനുകൂലമായിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഹീല് കൊടുക്കും. അല്ലെങ്കിൽ നമുക്കൊന്ന് പറയാം, നമുക്ക് ഏതൊക്കെയാണ്, നമ്മൾ ജാതകം ഒന്നും പരിശോധിക്കാൻ പോയിട്ടില്ല, അപ്പൊ നമുക്ക് അറിയില്ലല്ലോ എന്താണ് ഇപ്പൊ നടക്കുന്നത്. എല്ലാ നവഗ്രഹങ്ങളും എനിക്ക് അനുകൂലമായി വന്നിരിക്കുകയും എനിക്ക് എല്ലാ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും നന്ദി. ഇപ്പം ജാതകമൊക്കെ ഒരു ബുക്കായിട്ടല്ലേ കിട്ടുന്നത്, പണ്ടത്തെ പോലെ ഓലയൊന്നും അല്ലല്ലോ, ബുക്കല്ലേ കിട്ടുന്നത്. ആ ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുക, കോൺട്രാസിസം കൊണ്ട് കണക്ട് ചെയ്യുക. ഞാൻ എന്റെ ജാതകവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, എന്റെ പ്ലാനറ്ററി പൊസിഷൻസുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നു, കയ്യിൽ വെക്കുക, നന്നായിട്ട് ഹീൽ കൊടുക്കുക. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എടുക്കുക. നവഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. റേക്കിയിൽ ഒരുപാട് പോസിബിലിറ്റീസ്. ഈ തേർഡ് സിമ്പിള് എല്ലാതുമായി കണക്ട് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണം അല്ലേ, ഈ കോൺട്രാസ്റ്റേഷന്? അതെന്താ അതിന്റെ കാര്യം? നമ്മളെന്ന വ്യക്തി അല്ലാത്ത, നമ്മളിൽ നിന്നും പുറത്തായിരിക്കുന്ന ഏത് സാധനത്തിനെയും നമ്മളുടെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുക. ഈ കണക്റ്റിൽ കൂടിയാണ് അവിടെ ഒരു കണക്ഷൻ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനോ ദീക്ഷ കൊടുക്കാനോ പറ്റുന്നത്. വളരെ ദൂരെയുള്ള വ്യക്തികളെയും നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. ഇത് പെർമനന്റ് ഒരു 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 കണക്ഷൻ മെത്തേഡാണ്. ഇനി പെർമനന്റ് ഒന്നും അല്ലെങ്കിലും നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആവുന്നുണ്ട്, ഇല്ല എന്നല്ല, അത് ഒരു ശാസ്ത്രീയ ഒരു സത്യമാണ്. ഒരാള് ദൂരെ ഇരുന്നുകൊണ്ട് വേറൊരു വ്യക്തിനെ ഇരുന്ന് പ്രാപിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ കണക്റ്റഡ് ആണ്. എനർജി, ആ എനർജി അവിടെ സഞ്ചരിച്ചിട്ട് അവരിൽ കയറുന്നത്. അനുഗ്രഹിക്കുമ്പോഴും നന്നായി വരട്ടെ പറയുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു എനർജി അപ്പോൾ പാസ് ചെയ്യും, പോസിറ്റീവ് ആയിരിക്കുന്നു മാത്രം. മറ്റുള്ള ആ വ്യക്തി എന്ത് ചെയ്യും, അതിനെ അതേ ഫ്രീക്വൻസി ആവുമ്പോൾ അതിനെ ക്യാച്ച് ചെയ്യും. അപ്പൊ അവരിൽ വേണ്ട മാറ്റങ്ങൾ ഉണ്ടാവും. അത് കണ്ണുകൊള്ളിയായാലും പ്രാക്കണതായാലും അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നതായാലും ഒരു മന്ത്രവാദം ചെയ്ത് കൂടോത്രത്തിന് അയക്കുന്നതായാലും ഒരു പൂജ ചെയ്തിട്ട് ഒരു ഗുണം നമുക്ക് കിട്ടുന്നതായാലും സെയിം ഈ ഒരു നയമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തിലേക്ക് ഹീലിംഗ് കൊടുക്കുകയാണെങ്കിലും ഈ സിമ്പൽ ഉപയോഗിച്ച് കണക്ട് ആക്കണം. കണക്ഷൻ കട്ട് ചെയ്യാൻ വേണം, കട്ട് ചെയ്യും വേണം. വേറൊരു വ്യക്തിയാവുമ്പോ നമ്മൾ കട്ട് ചെയ്യണ്ടേ, കോഡ് കട്ട് ചെയ്യണ്ടേ? വ്യക്തിക്ക് മാത്രല്ലേ കോഡ് കട്ട് ചെയ്യണ്ടുള്ളൂ, സാധനങ്ങൾക്ക് വേണമെന്നില്ല. ഏതെങ്കിലും ഒരു എന്താ പറയാ, അത് സാധനത്തിനെയും വേണമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം, അത് തെറ്റൊന്നുമല്ല. എന്തെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ട്, ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഹീൽ ചെയ്താലോ? ഇപ്പൊ ഇറാനിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ ഒരുപാട് നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അവിടെ യുദ്ധത്തിന്റെ വിഷമം അനുഭവിക്കുന്നുണ്ടാവും, അപകടം വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ വീട്ടിലിരുന്നിട്ട് ഇറാനിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹീൽ കൊടുക്കാലോ. അപ്പോൾ നമുക്ക് ഓരോ വ്യക്തിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇത്ര കോടിക്കണക്കിന് വ്യക്തിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, ദൈവത്തിന്റെ ഗിഫ്റ്റ് എന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ ഹീൽ കൊടുക്കുക, ആ രാജ്യത്തിലെ എല്ലാ കുട്ടികളെ മുഴുവൻ എന്ന രീതിയിൽ. അപ്പൊ ഗിഫ്റ്റ് മെത്തേഡ്. ഒരാൾ IC കിടക്കുന്നുണ്ട്, കോമയാണ്, അല്ലെ IC-ലാണ്, അവരോട് സംസാരിക്കാനൊന്നും പറ്റൂല, അവരിലേക്ക് നമുക്ക് ഗിഫ്റ്റ് മെത്തേഡിൽ ഹീൽ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഏത് വ്യക്തിക്കാണോ ഹീല് കൊടുക്കേണ്ടത് അവരോട് ചോദിച്ചിട്ടോ അല്ലെ അവരോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടോ ആയിട്ടുള്ള അനുവാദത്തോടു കൂടി മാത്രമേ ഹീല് കൊടുക്കാൻ പാടുള്ളൂ. ശരി. ഇത് റേക്കിയുടെ പ്രോട്ടോകോളിൽ ഉള്ളതാണ്. പിന്നെ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കീമോ ഒക്കെ ചെയ്യുന്ന അങ്ങനെ ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഹീലിംഗ് ഒരിക്കലും പാടില്ല, ഡിസ്റ്റൻസ് മാത്രമേ പാടുള്ളൂ. ശരി. അവർക്ക് ചെയ്യുമ്പോൾ എപ്പോൾ ചെയ്യുമ്പോഴായാലും ഓറയും
എല്ലാ ചക്രങ്ങളെയും സെപ്പറേറ്റ് ക്ലെൻസ് ചെയ്തിട്ട് ഹീല് കൊടുത്തിട്ട് വെക്കണം. രാവിലെയും വൈകുന്നേരം 2 നേരം അവർക്ക് ഹീലിംഗ് നിർബന്ധമാണ്. ഈ 2 നേരവും ഹോറ ക്ലെൻസിങ്ങും ചക്ര ക്ലെൻസിങ്ങും ബാലൻസിങ്ങും ചെയ്തിട്ട് വേണം ഹീല് കൊടുക്കാൻ. അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരിട്ട് കൊടുക്കാനേ പാടില്ല. കാരണം ഹൈ നെഗറ്റീവ് ബോഡി ആയിരിക്കും അവർ. ട്രാൻസ്ഫറിങ് സംഭവിക്കാം. എന്നുവെച്ചാൽ മറ്റേ വ്യക്തിക്കും ക്യാൻസർ ഉണ്ടാവുന്നൊന്നും അർത്ഥമൊന്നുമില്ല. നെഗറ്റീവ് എനർജി ബോഡീസ് വരുന്നേ അർത്ഥമുള്ളൂ. അല്ലാണ്ട് അവർക്കും തിരിച്ച് ആ വ്യക്തിനെ പോലെ ക്യാൻസർ ആവുന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് ഹീല് കൊടുത്തു കഴിഞ്ഞാൽ അതേ രോഗം മറ്റേ ആൾക്ക് വരുന്നൊക്കെ പറഞ്ഞത് ആണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. സംതിങ് ഒരു എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു ടയർഡ് ആയേക്കാം, ഒരു എനർജി ലോസ് തോന്നിയേക്കാം, ഇങ്ങനെയൊക്കെ തന്നെയാവും. അല്ലാണ്ട് എന്താണ് അവിടെ രോഗം തെച്ചും ക്യാൻസർ ആണ്, ക്യാൻസർ തെച്ച് എയ്ഡ്സ് ആണ്, എയ്ഡ്സ് മുഴുവൻ വരുന്നതാണോ? അങ്ങനെയാണോ? അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കർമ്മഫലം വരും എന്നാണ് നിയമമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കർമ്മഫലം ഇല്ലേ? റേക്ക് തന്നെ വേണമെന്നുണ്ടോ? നിങ്ങളിപ്പോ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണു, അവിടെ ഇരുന്നിട്ട് അതിനൊരു കർമ്മഫലം ഇല്ലേ? ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു, കുറച്ച് ദേഷ്യത്തോടെ, അതൃപ്തിയോടെ, അതിനൊരു കർമ്മഫലം ഇല്ലേ? ഇല്ലേ? ഗുരുനാഥനോട് എന്താ പറയാ, അവർ കർമ്മഫലം ഇല്ലേ? ഞാൻ പൈസ തന്നിട്ട് പഠിക്കണ ആളാണ്, ഞാൻ കോഴ്സ് പഠിക്കുകയാണെന്നൊന്നും റേക്കിയിൽ അർത്ഥമില്ല. ഗുരു ശിഷ്യ ബന്ധമാവുമ്പോ അപ്പൊ അവിടെ സംഭവിച്ചു. ഇല്ലേ? സത്യം പറഞ്ഞാൽ ഹൃദയത്തെ കൈതൊട്ട് പറഞ്ഞു നോക്കിയേ, ഇല്ലേ? ഉണ്ട്. ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ്, നിങ്ങൾ എന്റെ ശിഷ്യനാണ്, ഞാൻ നിങ്ങളോട് വളരെ മോശമായിട്ട് പറഞ്ഞ അതിന് കർമ്മഫലം ഇല്ലേ? ഉണ്ടാവും. ഉണ്ടാവും. ആ സ്പോട്ടിൽ ഉണ്ടാവും. ചിന്ത ഒരു എനർജിയാണ്. എനർജി നമ്മൾ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരാണ്ടിരിക്കാൻ പറ്റില്ല. സയൻസ് അങ്ങനെയല്ലേ പഠിക്കുന്നത്. അപ്പൊ ശരിയല്ലേ? ആ നിമിഷം അവിടെ കർമ്മഫലം സംഭവിച്ചല്ലോ. അത് അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട വിഷയം, അപ്പോ ഇവർക്ക് റേക്കി ചെയ്ത് കൊടുക്കുമ്പോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, ഈ രീതി ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ എന്താ ജാതകത്തിനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഹീൽ ചെയ്യുക. പിന്നെ നിങ്ങളുടെ മക്കളെയും ഹസ്ബൻഡിനൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാം കേട്ടോ. അവരുടെ ജാതകമൊക്കെ എടുത്തിട്ട് ഹീൽ ചെയ്യാം. അപ്പൊ അൾട്ടിമേറ്റ് ഗുഡ് എന്നാണല്ലോ അവിടെ അർത്ഥം വരിക. ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഹീൽ ചെയ്ത് കൊടുത്തിട്ട് ഡെയിലി ചെയ്യേണ്ടെങ്കിൽ ഓറ ക്ലൻസിങ് എന്തായാലും വിട്ടു പോവാതെ പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ എനിക്ക് ഇന്ന് മുതൽ ചെയ്തു തുടങ്ങാം. ഞാനത് ചെയ്യാറില്ല. ഇപ്പോ നമ്മള് പിന്നെ കുട്ടികൾക്കൊക്കെ ഹീൽ ചെയ്യുമ്പോ, ഹസ്ബൻഡൊക്കെ ഹീൽ ചെയ്യുമ്പോ പൈസ വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ അതൊരു ലാബിലിറ്റി ഇല്ലേ? ഉണ്ട്. അപ്പൊ കുട്ടികളോടൊക്കെ പറയാം, ഞാൻ ഹീലൊക്കെ ചെയ്തു തരാം, പൈസ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് തരാൻ പറ്റും. പറയാ, നിങ്ങൾ ഒരു പണി എടുപ്പിക്കുക, അല്ലെങ്കിൽ കാപ്പി വെക്കടിയ എന്ന് പറയാ, ഒരു ചായ വെക്കടിയ എന്ന് പറയാ, അല്ലെങ്കിൽ ഇന്ന് നീ മുറ്റം തൂത്ത് വാരിയാൽ മതി, ഇതാണ് ഇതിന്റെ കൂലി. അപ്പൊ അവിടെ ഒരു എക്സ്ചേഞ്ച് നടന്നു. എന്നാ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ട കേട്ടോ. കാരണം വിലയുണ്ടാവില്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ വില കൽപ്പിക്കൂല്ല. അതുകൊണ്ട് അർത്ഥം, നിങ്ങൾ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടുന്ന ഒരു രഹസ്യ വിദ്യ വെറുതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ വിദ്യനെ അപമാനിക്കുന്നതിന് തുല്യ. നല്ലതൊന്നും വരില്ല. നിങ്ങൾ വിചാരിക്കോ അങ്ങനെ ആർക്കൊക്കെയോ എന്തൊക്കെയോ ചെയ്തു കൊടുത്താൽ എനിക്ക് ഭയങ്കര പുണ്യം കിട്ടുന്ന. മറ്റുള്ളവരുടെ കർമ്മത്തെ ദോഷത്തെ എടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് അവർ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈവൻ നിങ്ങൾ ഒരാൾക്ക് റേക്കി ഹീൽ കൊടുത്തു, അവർക്ക് പൈസ ഇല്ല, അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിദ്യ ഇങ്ങോട്ട് തന്നാലും മതി. അങ്ങനെ വിദ്യ തരുന്ന ആളാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു ഗുരുനാഥന് ഹീൽ കൊടുത്താൽ ഗുരുനാഥനോട് പൈസ വാങ്ങാൻ പറ്റില്ല. ഒരു പകരം എന്തെങ്കിലും ഒരു വിദ്യ വാങ്ങുക തരുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, മനസ്സിലായില്ലേ? അത് നമ്മൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയിട്ടില്ല. ആ അവസ്ഥയിൽ നമ്മൾ പോകണം. അതാണ് അവിടെ നടക്കേണ്ടത്. ഇപ്പൊ റേക്കി ഷവർ അല്ലേ? നോക്കൂ, റേക്കി ഷവർ ചെയ്യാൻ നമുക്കൊരു കസേര, പ്ലാസ്റ്റിക്കിന്റെ കസേര ആവശ്യമാണ്. കസേര പ്ലാസ്റ്റിക്കോ മരമോ എന്താവട്ടെ. മരത്തിന്റെ കസേരയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ പിന്നെ എല്ലാവരും ഇതുപോലത്തെ കൂട്ട് പ്ലാസ്റ്റിക് കസേരയല്ലേ ഇരിക്കുന്നത്. എല്ലാ നാട്ടിലും വീട്ടിലും ഒക്കെ തന്നെയല്ലേ. കാലുകള് ഭൂമിയുമായിട്ട് സ്പർശിക്കണം. കാലുകള്
ഭൂമിയുമായിട്ട് സ്പർശിക്കണം. മറ്റ് ഏത് റേക്കിയുടെ പ്രവൃത്തി ചെയ്യുമ്പോഴും കാലുകൾ നേരെ ഭൂമിയുമായിട്ട് സ്പർശിക്കാൻ പാടില്ല. ഫ്ലോർ മാറ്റോ പായയോ എന്തെങ്കിലും അടിയിൽ വിരിച്ചിട്ടുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സംതിങ് എന്തായാലും ഇൻസുലേറ്റഡ് പോലെ ആവണമെന്നേ ഉദ്ദേശിക്കുന്നു. ഈ റേക്കി ഷവറിലും ഗ്രൗണ്ടിങ്ങിലും കാലുകൾ ഭൂമിയുമായിട്ട് സ്പർശിക്കണം. അപ്പൊ നമ്മൾ ഇരുന്നിട്ടാ ചെയ്യേണ്ടത്. ഇങ്ങനെ ഇരുന്ന് കാലുകൾ ഭൂമിയുമായിട്ട് നേരെ, കാലിന്റെ സോള് ഭൂമിയുമായിട്ട് സ്പർശിക്കുന്നു. ഫ്ലോർ മാറ്റോ യോഗ മാറ്റോ ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, ബ്രഷ് ഔട്ട് ചെയ്തു, ആക്ടിവേഷൻ ചെയ്തു. നമ്മുടെ റേക്കി ചെയ്യുമ്പോൾ എപ്പോഴും കൈകൾ എങ്ങനെയാ പിടിക്കാന്ന് അറിയാലോ അല്ലെ? ഒരു കപ്പ് ഷേപ്പിലാണല്ലോ പിടിക്കാ അറിയാലോ. അപ്പൊ കപ്പ് ഷേപ്പില് സാർ ഐ മീൻ എ ക്ലാസ്. ഞാൻ ക്ലാസ്സിലായിരിക്കുന്നത്, വേറൊരാളുടെ ഒരു ക്ലാസ്സിലായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ലൈവ് ക്ലാസ് ആണ്, അവർ തേർഡ് ലെവലാണ്. അപ്പൊ നിങ്ങളെ ഇരുത്താൻ പറ്റിയ ക്ലാസ് അല്ല, അതുകൊണ്ടാണ് ഒരുമിച്ച് ഇരുത്താത്തത്. ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ശരി, സന്തോഷം. അവർ ദുബായിലാണേ, അവിടുന്ന് വിളിച്ചു. അപ്പോ നമ്മള് ആക്ടിവേഷൻ ചെയ്തു. കൈകൾ ഇതുപോലെ പിടിക്കുക, ഇതുപോലെ. അതായത് ഇവിടെ ടച്ച് ആവുന്നില്ല കേട്ടോ. ഓറ എന്ന് പറയുമ്പോ എവിടെ ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിന്റെ പുറത്ത്, ഔട്ടർ ആണല്ലോ ഓറ. ഓറയല്ലേ നമുക്ക് ക്ലെൻസ് ചെയ്യേണ്ടത്. നമ്മൾ ഇരുന്നു, കൈകൾ ഇതുപോലെ, അതായത് ഒരു ബ്രാക്കറ്റിനകത്ത് തല എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ വെച്ചു, ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് മാറിയിട്ട് ഇങ്ങനെ കൈകൾ ഇതുപോലെ വെച്ച് എന്റെ ഓറ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യട്ടെ. ക്ലീൻ 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 3 തവണ പറഞ്ഞു. അപ്പോ എന്താണ് പറയുക? അപ്പൊ ചിന്തിക്കുക, ഇങ്ങനെ പറഞ്ഞ ശേഷം ധാരാളം റേക്കി എനർജിയും ധാരാളം മില്യൺ ട്രില്യൺ കണക്കിന് ചോക്കൂറെ ചിഹ്നങ്ങളും നമ്മുടെ ഓറയിലേക്ക് ഒഴുകി ഒഴുകി, ഇവിടെ നോക്കുക ആദ്യം എന്നിട്ട് എഴുതിയാൽ മതി, ഓറയിലേക്ക് ഒഴുകി ഒഴുകി നിറയുന്നതായിട്ടും ക്ലീൻ ചെയ്യുന്നതായിട്ടും സങ്കല്പിക്കുക. അപ്പൊ ഈ ഓറയിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്കിഷ് ആയിട്ടുള്ള മേഘങ്ങളെ പോലെ ബ്ലോക്കേജസ് ഒക്കെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ റേക്കി എനർജിയും ചോക്കൂറെ ചിഹ്നങ്ങളും ഓറയിലേക്ക് വന്ന് നിറയുമ്പോൾ ഒഴുകി 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 ഈ ബ്ലാക്കിഷ് ആയിരിക്കുന്ന എനർജി എല്ലാം, ഔട്ടർ ബോഡിയാണ്, ഉള്ളിലല്ല, ഔട്ടർ ബോഡി എല്ലാം ഈ ഓറയിലൂടെ ഒഴുകി 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 താഴേക്ക് പോയി കാലിന്റെ അടിയിലെത്തിയിട്ട് അവിടെ നിന്നും ഭൂമിക്ക് അടിയിലേക്ക് പോയി ന്യൂട്രൽ ആയിട്ട് തീരുന്നതായിട്ടുള്ള സങ്കല്പിക്കുക. അങ്ങനെ നന്നായിട്ട് 3-4-5 മിനിറ്റ് ഹീല് കൊടുക്കുക. ഇത് ആണ് റേക്കിയുടെ ഷവർ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയി നല്ല ഷവറിന്റെ കീഴെ നിൽക്കുന്നു, മുഴുവൻ സോപ്പ് തേച്ച് പതഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷവറിൽ നിൽക്കുമ്പോ എന്താ സംഭവിക്കുക? ഈ വെള്ളം വന്നിട്ട് ഈ ശരീരത്തിൽ വരുമ്പോ ഈ സോപ്പിന്റെ പതയെല്ലാം താഴേക്ക് ബോഡിന്ന് പോകും, ഫ്ലോറിൽ പോകും, ഫ്ലോറിന് താഴേക്ക് പോകും, ടാങ്കിലേക്ക് അങ്ങനെ സംതിങ് പോകും അല്ലേ? ഇതല്ലേ സംഭവിക്കുന്നത്. സെയിം തിങ്സ് ആയിട്ട് ഇതിനെ കാണുക. ഈ 2 കൈകൾ ഷവറാണ്, വെള്ളത്തിന് പകരം റേക്കി എനർജിയാണ് വരുന്നത്. ബോഡിയിൽ ബ്ലാക്കിഷ് ആയിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് ഉണ്ട് ഓറയിൽ, അതിങ്ങനെ കഴുകി 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 പോകുന്നതായിട്ടും ഭൂമിക്ക് അടിയിലേക്ക് പോയിട്ട് അവിടെ ന്യൂട്രൽ ആയിട്ട് തീരുന്നതായിട്ടും സങ്കല്പിച്ചിട്ട് ഹീല് കൊടുക്കുക. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എലോബറേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. എന്റെ ഓറ ക്ലീൻ ആവട്ടെ പറഞ്ഞ ഓക്കെ, അത് കോമൺലി അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ എലോബറേഷൻ കൊടുക്കാം. എന്നിൽ വന്നു പോയിട്ടുള്ള ഏതോ ഒരു വിധത്തിലുള്ള നെഗറ്റീവ് എനർജികൾ, ഭൂത പ്രേത പിശാച് അല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങൾ, കണ്ണേറ് പ്രാക്ക്, എന്ത് കുന്ത്രാണ്ടമായാലും അതെല്ലാം പോകുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് അങ്ങനെ എലോബറേറ്റ് ചെയ്തിട്ട് പറയണം. എല്ലാം ഒഴുകി പോട്ടെ. എല്ലാം ഈ റേക്കി എനർജി ഇങ്ങനെ കഴുകി 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 ബ്ലാക്കിഷ് ആയിരിക്കുന്ന ഇങ്ങനെ എനർജീസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതെല്ലാം പോയി. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ എല്ലാം 5 മിനിറ്റ് ചെയ്തപ്പോ കണ്ട എല്ലാ ബ്ലാക്കിഷ് ആയിട്ടുള്ള എനർജികളും പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഹീൽ 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 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റിപ്പയർ എന്ന് പറഞ്ഞിട്ട് ഹീൽ കൊടുക്കുക. അപ്പൊ ഓറയിൽ വന്ന എന്തെങ്കിലും ഹോൾസോ വിടുത്തിന്റെ കുറവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യും, ഹീൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. എന്നിട്ട് കൈ ഒന്ന് ഇങ്ങനെ നിർത്തിപ്പിടിച്ച് ഈ ഓറയിലേക്ക്, ഓറ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചോക്കൂറെ കൊടുത്ത് ചോക്കൂറെ 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 ഓറക്ക് കൊടുക്കും.
കൈന്റെ ഒരു വശത്തേക്ക്. ഏത് വശത്തായാലും ഇടതുവശത്ത് കൊടുത്താൽ മതി. ഇപ്പോ ഈ ഓറയിലാണ് നമ്മൾ കൊടുക്കുന്നത്, ശരീരത്തിലല്ല വരയ്ക്കുന്നത്, ഓറയിലാണ്. അപ്പൊ അല്ലെങ്കിൽ 4 ചിഹ്നങ്ങൾ ഓറയിൽ കൊടുക്കാം, ഡൈക്കോമിയോ ഓക്കെ. കൊടുക്കാം. ഉം. അങ്ങനെ കൊടുത്ത് ഇതാണ് നിങ്ങൾ ഡെയിലി കമ്പൽസറി ചെയ്യേണ്ട റേക്കി ഷവർ. എന്നിട്ട് കഴിഞ്ഞാല് കൈയൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി തുടച്ച് കൈയൊക്കെ പിന്നെ ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് തിരുമ്മി നല്ല കൈ ചൂടായിട്ട് ഒരു ഗ്യാഷോ ചെയ്യുക, ആക്ടിവേഷൻ ചെയ്യുക, പിരമിഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുക. യു ആർ സേഫ്. ഇപ്പൊ ഭൂമിയിലേക്ക് ന്യൂട്രലായിട്ട് സങ്കല്പിച്ചിട്ട് അത് പോയ പോലെ സങ്കല്പിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് എന്താ ഈ ഓറയിലേക്ക് ചിഹ്നങ്ങള് കൊടുക്കുക അല്ലെ? റിപ്പയർ പറഞ്ഞിട്ട് കൊടുക്കണ്ടേ ആദ്യം? റിപ്പയർ പറഞ്ഞിട്ട് ഒരു ഹീൽ കൊടുക്കുക കുറച്ച് സമയം, പിന്നെ ഹീൽ പറഞ്ഞിട്ട് ഒരു ഹീലും കൊടുക്കുക ഒരു 2-3 മിനിറ്റ്. ആദ്യം ക്ലൈൻസിന് കൊടുത്തു, റിപ്പയറിന് കൊടുത്തു, ഹീൽ കൊടുത്തു. മനസ്സിലായോ? ഇതാണ് അതിന്റെ ഒരു രീതി. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യാം. മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടും അവരുടെ തലയുടെ 2 സൈഡിൽ നിങ്ങൾ കൈകൾ വെക്കുന്നതായിട്ടും സങ്കല്പിക്കുക. ആണെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൊടുക്കുക സങ്കല്പിച്ചിട്ട്. സെയിം തിങ്സ്. ഡിസ്റ്റൻസ് ആയിട്ട് വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എലോബറേറ്റ് ഒന്നും എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. ടൈം ഒരു പ്രശ്നമാണ്, എമർജൻസി ഹീൽ വേണ്ടതാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഓറയ്ക്ക് 7 ലെയർ ഉണ്ട്. ഓറയിൽ തന്നെ 7 പാളികളുണ്ട്. അപ്പൊ ഓറയുടെ 7 ലെയറുകളും ക്ലീൻ ആവട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാലോ. അതെ, അങ്ങനെ പറയാലേ? പറയാ, എന്താ അങ്ങനെ പറയാലോ. നേരത്തെ പറഞ്ഞ പോലെ അഫർമേഷൻ കൊടുക്കുമ്പോ ഇങ്ങനെ എലോബറേറ്റ് ചെയ്തിട്ടും പറയാലോ. നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം അത്. ഓക്കെ. പിന്നെ ഒരു സംശയം ചോദിക്കട്ടെ? അല്ല, പറയാ, ഞാൻ പറയുന്നത് ഓറ ക്ലെൻസിങ് ഈ ഷവർ എത്ര തവണ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. ഡെയിലി രാവിലെ മസ്റ്റ് ആയിട്ട് ചെയ്യാം, ഒന്ന്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഭയങ്കര വെയിറ്റ് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഭാരം പോലെ ക്ഷീണം ഭാരമൊക്കെ തോന്നുമ്പോൾ, നമുക്ക് നെഗറ്റീവ് എനർജീസ് ഉണ്ട്, അപ്പൊ നമുക്കൊരു റേക്കി ഷവർ എക്സ്ട്രാ ചെയ്യുന്നത് നല്ലതാണ്. വന്നാലൊക്കെ ഇപ്പൊ ഒരു മരിപ്പ് വീട്ടിലൊക്കെ പോയിട്ട് വന്നു, വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ട് വരേണ്ടി വന്നു, നമുക്കൊരു ഓറ ക്ലെൻസിങ് എക്സ്ട്രാ കൊടുക്കുന്നത് നല്ലതാണ്, ദോഷമൊന്നുമില്ല. പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയി തോന്നും. അപ്പൊ നമുക്ക് ചെയ്യാലോ. അപ്പൊ ഇവിടെ ഈ ചില ആളുകളെ സംബന്ധിച്ച് ഈ നെഗറ്റീവ് എനർജീസിനെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ജന്മനാൽ അങ്ങനെയായിരിക്കും. ചില നക്ഷത്രക്കാരും ഈ നെഗറ്റീവ് എനർജീസിനെ ബാധകൾ എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. മറ്റുള്ളവർക്ക് ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാധിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പെട്ടെന്ന് ഹെവി ഫീൽ ചെയ്യും. അപ്പൊ അവർക്ക് അങ്ങനെ ഹീൽ കൊടുക്കും. അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ലോക്കിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താ, അത് റിയൽ ആണോ അത് ചെയ്യണത്? അത് റിയൽ ആണോ തെറ്റാണോ ചോദിക്കേണ്ട കാര്യമുള്ളത്? അതല്ല, ഞാൻ റിയൽ ആണോ ചോദിക്കുവോ അടുത്ത ക്ലാസ്സിൽ? അതല്ല, ഞാനേ ഈ ഓറ ലോക്കിംഗ് യൂട്യൂബിൽ കണ്ടു. എന്നിട്ട് ഞാൻ അതിന് സാറിനോട് ചോദിച്ചപ്പോ സാറ് പറഞ്ഞ അതെന്താണ്, അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല, അതൊക്കെ എവിടെന്നാ കിട്ടണത് എന്നൊക്കെ ചോദിച്ച് ചീത്ത അറിഞ്ഞു ആള്. എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞാ പോരെ ആൾക്ക്. ഞാനത് ചെയ്യാറില്ല, അതൊക്കെ എവിടെന്നാ കിട്ടണത്, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഓരോ ലോക്ക് പറഞ്ഞില്ലേ, ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ടെക്നിക്കുകൾ അറിയാം. ഓരോ ലോക്ക് ഉദ്രേക്ക സിമ്പിൾ ആണ് ഉപയോഗിക്കുക. ഒരു ക്രൈസ്റ്റിന്റെ പോലത്തെ ചിഹ്നമാണ് യൂസ് ചെയ്യുക. അത് ഈ കഴുത്തിൽ കൂടെ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു പലതരത്തിലുണ്ട്. അത് വേണമെന്ന് കമ്പൽസറി ഒന്നും ഇല്ല. നിങ്ങൾ ഇപ്പൊ ഈ പിരമിഡ് ചെയ്യുന്നില്ലേ, പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ചുറ്റും ഒരു 9 അടി വ്യാസമുള്ള ഒരു റേക്കി ബബിൾ ഉണ്ടാവട്ടെ, അതായത് ഞാൻ ആ റേക്കി ബബിളിനകത്ത് ഇന്നത്തെ ഈ നിമിഷം 24 മണിക്കൂർ നേരം ഈ റേക്കി ബബിളിനകത്തായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വെറുതെ നമുക്ക് ചുറ്റുമായിട്ട് ഒരു ഹീല് കൊടുക്കാം. വലിയൊരു ബബിൾ ഉണ്ടാവുന്നതായിട്ടും നമ്മൾ ആ ബബിളിനകത്ത് ആവുന്നതായിട്ടും സങ്കല്പിച്ചുകൊണ്ട് വയലറ്റ് പ്രൊട്ടക്ഷൻ റേക്കി ഈ ബബിളിനകത്ത് ഒഴുകി നിറയട്ടെ. ഞാൻ 24 മണിക്കൂർ നേരവും വളരെ സുരക്ഷിതനായിട്ട്
ഈ റേക്കി ബബിളിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയും കൊടുക്കാം. അങ്ങനെ വിചാരിച്ചാൽ മതി. അത് ആ, പിരമിഡ് പ്രൊട്ടക്ഷന്റെ പകരം അങ്ങനെ ചെയ്താലും മതിയോ? മതി. പൊതുവെ കോമൺലി പിരമിഡാണ് യൂസ് ചെയ്യുക. കാരണം ഈ പിരമിഡിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ ഷേപ്പ് ധാരാളം എനർജി, പ്രാണ എനർജിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണ്. ഇപ്പൊ അമ്പലത്തിന്റെ ഒക്കെ ശ്രീകോവിലി പിരമിഡ് ഷേപ്പ് ആകുന്നത് അതുകൊണ്ടാണ്. ഈജിപ്ഷ്യൻ പിരമിഡിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഉം, ഉം, പിരമിഡ് അങ്ങനെ ഒരു മിറാക്കിൾ ഒരു സാധനമാണ്. അതുകൊണ്ട് ഉം, പിരമിഡ് കൊടുക്കുന്നു. അല്ല, അതിന് ബബിൾ ഉണ്ടായാലും കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ വെറുതെ ഇരിക്കും. നമ്മൾ ചിന്തിച്ചു, നമ്മളൊരു വലിയ റേക്കി ബബിൾ ഉണ്ട്, അതിനകത്ത് നമ്മളുണ്ട്. നമ്മൾ എവിടെ പോകണമെങ്കിലും വരുന്നെങ്കിലും ഇരിക്കുന്നെങ്കിലൊക്കെ ഈ ബബിളിനകത്താണ് നമ്മളുള്ളത്. അത് നമ്മളെ വിട്ടു പോകുന്നില്ല. 24 hours ആ ബബിൾ നമുക്ക് ഉണ്ട്. അതിൽ വയലറ്റ് റേക്കി നിറച്ചിട്ടുണ്ട്. പ്രൊട്ടക്റ്റഡ് ആയിട്ടില്ല. പ്രൊട്ടക്ഷൻ റേക്കി വയലറ്റ് റേക്കി എന്ന് പറയും. വയലറ്റ് റേക്കി നിറച്ചിട്ടുണ്ട്. നമ്മളുടെ സൂക്ഷ്മ ശരീരം നമ്മൾ അതിനകത്തുണ്ട്. ഒരു കവചം പോലെ ബബിളിനകത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്ന രീതിയിലത്തേക്കും ചെയ്യാം. അതൊരു തെറ്റൊന്നുമല്ല. അങ്ങനെ ബബിൾ ചെയ്യാറുണ്ട്. പിന്നെ ഷീൽഡ് ചെയ്യാറുണ്ട്. റേക്കി ഷീൽഡ് ചെയ്യാറുണ്ട്. ആ ആ വളരെ കടുത്ത ഡേഞ്ചറസ് രോഗങ്ങളുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ ഒരു ഹീൽ കൊടുക്കുമ്പോൾ അവർക്ക് ചുറ്റും ഒരു റേക്കി ഷീൽഡ് ഉണ്ടാക്കുക. അവർ കിടക്കുന്ന കട്ടിലിന് ചുറ്റും ഒരു റേക്കി ഷീൽഡ് ഉണ്ടാക്കുക. അവരുടെ വീടിന് ചുറ്റും ഒരു റേക്കി ഷീൽഡ് ഉണ്ടാക്കുക. 3 ലെയർ ഷീൽഡ്. ഇതും ഭേദിച്ച ഒരു നെഗറ്റീവ് എനർജിക്കും അവരിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവരിൽ നിങ്ങളിലേക്ക് വരാനോ കഴിയില്ല. ഉം, ഉം, ഉം. എന്നിട്ട് ഹീൽ കൊടുക്കാം. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് അങ്ങനെ കൊടുക്കും. ഉം. യക്ഷിബാധയോ പേരബാധയോ ഒക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കണ്ട കേട്ടാ. ചിലപ്പോ അവരെ അടി ഇങ്ങോട്ട് താങ്ങാൻ പറ്റിയെന്ന് വരും. അത് ശരി. അത് ചെയ്യേണ്ട രീതിയൊക്കെ ഉണ്ട്. പക്ഷെ അത് 3rd ലെവൽ കഴിഞ്ഞ് വളരെ പ്രാക്ടീസ് ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അതിന് ഡൈക്കോമിയോ ഉം, സിമ്പിൾ മസ്റ്റ് ആണ്. ചിലപ്പോൾ അത് ഉം, മാത്രം മതിയാവില്ല. കരുണാരേഖയുടെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഉം, ഹാലു, ഉം. ഹാർട്ട്, സോനാർ ഇതൊക്കെ വേണ്ടി വരും ചിലപ്പോൾ. അത് ശരി. ഈ അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ പിരമിഡ് കിടവാണ്. പ്രൊട്ടക്ഷൻ ഒന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അത് ഞങ്ങക്ക് നോട്ട് തന്ന കാരണം കൊണ്ട് അതെന്താണെന്നുള്ളത് ഒന്നും കൂടി വ്യക്തമല്ല, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന്റെ ഞാനൊരു PDF കൂടെ തരാം. ഉം, അത് അടുത്ത ക്ലാസ്സിൽ ഇപ്പം തൽക്കാലം നിങ്ങൾ അത് ചെയ്യും. അവർ പറഞ്ഞു തന്ന പോലെ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ അത് എലോബറേറ്റ് ആയിട്ട് വെച്ച് തരാം. ക്ലാസ് PDF ഉം. തരാം. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ PDF തരാം. അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് ഈ ഒരു രീതി ഒന്ന് ചെയ്ത് ശീലിക്കുക. ഞാൻ ഇതുവരെ ഓറ ക്ലൻസ് അങ്ങനെ ചെയ്തിട്ടില്ല. ഈ വൈറ്റ് ലൈറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ ചിഹ്നം വരച്ചിട്ട്, അല്ല, ഇങ്ങനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് പിന്നെ ചിഹ്നം വരച്ചിട്ട് സെൽഫ് ഹീലിംഗിലേക്ക് പോവാണ് ചെയ്യാറ്. അല്ലേ? ആ നിങ്ങളെ പേരെന്താണ്? സംഗീത അല്ലേ? ആ. ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിക്കുക കേട്ടോ. ഇന്ന് ഉം. ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ പഠിക്കുക.